നമസ്കാരം. കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും കടുത്ത തെരഞ്ഞെടുപ്പ് ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയത്താണ് AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ MP നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. KC, കേരളത്തിലെ മിക്ക മണ്ഡലങ്ങളിലും യാത്ര ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാ ഒരു അവസ്ഥ ഇപ്പോൾ? വളരെ കോൺഫിഡൻസോട് പറയാം, UDF അനുകൂലമായിട്ടുള്ള ഒരു വേവ് തന്നെ കേരളത്തിലുണ്ട്. ഇപ്പോൾ 10 വർഷം LDF ഭരിച്ചു കേരളം. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ അവകാശവാദമായി പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അപ്പോൾ ഈ വികസനങ്ങൾ ഒക്കെ ഇത്ര കൂടുതൽ നടപ്പാക്കി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഈ യാത്ര ചെയ്തപ്പം എന്താ തോന്നിയത്? തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് UDF ഈ വലിയ കുതിപ്പിന് പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. 10 കൊല്ലം ഭരിക്കുന്ന ഗവൺമെന്റ് ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് അതൊരു മേനിയല്ലല്ലോ. അത് ഓട്ടോമാറ്റിക്കലായി ഏത് ഗവൺമെന്റ് കാലത്തും ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ അവരും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പൊതുവായി ജനങ്ങളുടെ മുമ്പിലുള്ളൊരു ചിന്ത ഇവർ മാറണം എന്നുള്ളതാണ്. അത് പല കാര്യങ്ങളിലായിട്ട് ജനങ്ങളെ വെറുപ്പിച്ച സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ 5 കൊല്ലം പരിഗണിച്ചാൽ KC കാണുന്ന ഈ സർക്കാരിന്റെ ഏറ്റവും ഭരണപരമായ വീഴ്ച എവിടെയാണ്? ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അവർ നടത്തിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥമായിട്ടുള്ള ആശയങ്ങളിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ടാണ് അവരുടെ ഭരണം ഉണ്ടായത്. പിന്നെ മൗലികമായി ജനങ്ങളെ ബാധിക്കേണ്ട പ്രശ്നങ്ങളിൽ അവർ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഉപരിതല സ്പർശിയായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നതല്ലാതെ അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ എല്ലാ കാലത്തും പറയാറുള്ള തൊഴിലാളികൾ, കർഷകർ, ചെറുപ്പക്കാർ, ഈ പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ ഒന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമം അവർ നടത്തിയിട്ടാന്ന് മാത്രമല്ല പാടെ അവഗണിച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. മറുഭാഗത്ത് വലിയൊരു അഹങ്കാരവും ധിക്കാരവും പരമായ സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ അടക്കം ഭാഗത്തുനിന്നുണ്ടായതെന്നുള്ളത് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പല ഘട്ടങ്ങളിലായി ഫീൽ ചെയ്യുന്നു. ഞാൻ ഇതുപോലെ ഒരു അഭിമുഖത്തിൽ VD സതീശനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, 100-ലധികം സീറ്റ് കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരു നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയമായ ഒരു വനവാസത്തിന് വേണമെങ്കിലും പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നുകൂടെ ഉറപ്പിച്ച് പറഞ്ഞു. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അത് വലിയൊരു ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ. KCക്കും അത്ര അധികം ഒരു ആത്മവിശ്വാസം ഉണ്ട്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഒരു തരംഗം വനവാസം ഒന്നും പറയണ്ട. ഇല്ല, അത് അദ്ദേഹം ഇമോഷണൽ ആയിട്ട് കുറച്ചും കൂടെ ടച്ച് ചെയ്ത് പറഞ്ഞതാണ്. അതിപ്പോ അതിനെ അതെ, അതുകൊണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിലെ വിജയമാണെങ്കിൽ 75-80 സീറ്റുകളൊക്കെ പറയാം. ഒരു വേവ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ 100 സീറ്റിന്റെ അപ്പുറത്തേക്ക് പോകത്തക്കവണ്ണമുള്ള രാഷ്ട്രീയ സാഹചര്യവും കാലാവസ്ഥയും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ശരിക്കും ഒരു ചില മണ്ഡലങ്ങളിലൊക്കെ കേരളത്തിൽ ത്രികോണ മത്സരമുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. എന്നാൽ പെട്ടെന്നൊരു മാറ്റം ഈ നിലപാടുകൾ വന്നിരിക്കുന്ന ഈ FCRA, ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ അമെൻമെന്റ് ബില്ല്, നിങ്ങളൊക്കെ ഒരുപക്ഷെ പാർലമെന്റിൽ വളരെ കടുത്തതിൽ സംസാരിക്കേണ്ട ഒരു ബില്ലാണത്. അപ്പോൾ ആ ബില്ല് വരുന്നു എന്ന് പറഞ്ഞപ്പം ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായത്തിനും അതേപോലുള്ള ന്യൂനപക്ഷത്തിനുമൊക്കെ വലിയൊരു ആശങ്ക വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ പോലും അത് വേറെ ഇതിൽ ചിന്തിപ്പിക്കാൻ കാരണമാകുമോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒന്ന് ആ ബില്ലിന് എന്താണ് ഇത്ര ആവശ്യകത എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഒരു അടിയന്തര സാഹചര്യം എന്താണെന്ന് മനസ്സിലാവും. പിന്നെ ടൈമിങ്, കേരളം, ആസാം, തമിഴ്നാട്, പോണ്ടിച്ചേരി, വെസ്റ്റ് ബംഗാൾ, ഈ 5 സ്റ്റേറ്റുകളിൽ ഇത് ഇലക്ഷൻ പോകുന്ന സന്ദർഭത്തിൽ തന്നെ പാർലമെന്റിന്റെ അവസാനത്തെ 2 ദിവസം അതിനുവേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. അവസാനത്തെ ലാസ്റ്റ് പിരിയുന്നതിന് മുമ്പുള്ള 2 ദിവസം ഇങ്ങനെ ഒരു ബില്ല് വരുന്നതായിട്ട് സൂചനയുണ്ട്. ഇല്ല. സാധാരണ ബില്ല് വരുമ്പോൾ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ആദ്യം പറയും, ഇന്നൊക്കെയാണ് ഗവൺമെന്റ് ബിസിനസ് ആഗ്രഹിക്കുന്നത്, അതിന് ടൈം അലോട്ട് ചെയ്യണമെന്ന് പറയും. ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന വിഷയം സ്വാഭാവികമായിട്ടും ടൈം അലോട്ട് ചെയ്യും. പിന്നെ ഡിസ്കഷൻ, ഡിബേറ്റ് ഒക്കെ വേണമെങ്കിൽ അവിടെ വെച്ചാണ്. പക്ഷെ ഇത് BSc വന്നില്ല. ഇത് പൊടുന്നതിനെ ഒരു ദിവസം മന്ത്രി ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. നമ്മൾ ആരും ഇല്ലായിരുന്നില്ല അന്ന് സഭയിൽ. എല്ലാവരും ഇലക്ഷൻ തിരക്കിൽ മാറി നിൽക്കായിരുന്നല്ലോ. പക്ഷേ കോൺഗ്രസ് സപ്പോർട്ട് എതിർത്തു, ഒബ്ജക്റ്റ് ചെയ്തു. ഈ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ തന്നെ തടസ്സവാദങ്ങൾ ഉന്നയിച്ചു. മനീഷ് തിവാരി പ്രധാനപ്പെട്ട കാരണങ്ങൾ വെച്ചുകൊണ്ട് തടസ്സവാദം ഉന്നയിച്ചു. പിന്നീടാണ് ഇത് കൺസിഡറേഷൻ പാസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ പിരിയുന്നതിന് തൊട്ട് തലേദിവസത്തേക്ക് വെച്ചു. അപ്പോഴാണ് ഇതിൻ്റെ ഉദ്ദേശശുദ്ധി നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിൽ FCRA മൂലം ആനുകൂല്യം കിട്ടുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവരെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആവശ്യകതയുള്ള സമയത്താണ് ഫോറിൻ ഇതിനകത്ത് ബില്ലിൻ്റെ പ്രൊവിഷൻ വായിച്ചൊക്കെ വിചിത്രമാണ്. നിങ്ങൾ ഒരു വലിയ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളായിക്കോട്ടെ, അതിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വിഹിതം എപ്പോഴെങ്കിലും ഒരു ഫോറിൻ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ മൊത്തം പ്രോപ്പർട്ടി, മൊത്തം സ്ഥാപനത്തിന്റെ പ്രോപ്പർട്ടി തന്നെ ടേക്ക് ഓവർ ചെയ്യാനും അതിന് ലൈസൻസ് ക്യാൻസൽ ചെയ്യാനോ ഒക്കെ അധികാരം കൊടുക്കുന്നതാണ്. ഈ ക്രിസ്ത്യൻ സമുദായത്തിന്റെ പേടിയതാ. ചിലപ്പോൾ ഈ ലൈസൻസ് ഇല്ലാതെ വരുമ്പോൾ നേരത്തെയുള്ള സ്ഥാപന ജംഗമ സ്വത്തുക്കൾ കൂടി പിടിച്ചെടുക്കുന്ന പള്ളികളൊക്കെ ചിലപ്പം ഏറ്റെടുത്ത് കളയോ, നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് കളയുമോ എന്നുള്ള ഭയമാണ് അവർക്കുള്ളത്. അത് എന്ത് കാരണങ്ങളാലാണ് ഉണ്ടാകുന്നത്?
നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഭരണഘടന വളരെ ഇതൊരു മതസ്വാതന്ത്ര്യമായിട്ടും വേണമെങ്കിൽ ഇത് ഏറ്റുമുട്ടാം, അല്ലേ? ഭരണഘടന മതസ്വാതന്ത്ര്യം മാത്രമല്ല, മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സ്ഥാപനങ്ങൾ നടത്താനും പ്രസ്ഥാനങ്ങൾ നടത്താനുള്ള അധികാരം ഭരണഘടന കൊടുക്കുന്നതാണ്. അപ്പൊ അത് അതിനെ മൗലികാവകാശമാണ്. മൗലികാവകാശപ്പെട്ടത്. അപ്പൊ അതിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ ബില്ല് വന്നത്. വഖഫിന്റെ കാര്യത്തിൽ വന്നു, അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് മുസ്ലിംസിനെ ഇന്ന് ടാർഗറ്റ് ചെയ്യും, നാളെ ക്രൈസ്തവരെ ടാർഗറ്റ് ചെയ്യും. വഖഫിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇത് മുസ്ലിങ്ങൾക്കെതിരാണ്. ക്രിസ്ത്യാനികളോട് പറഞ്ഞു നിങ്ങൾക്കെതിരല്ല, മുസ്ലിം വിരോധം ഉണ്ടാക്കായിരുന്നു അന്നേരം ഉദ്ദേശം. ഇപ്പൊ ഇത് ക്രിസ്ത്യാനികൾക്കാണ് കൂടുതൽ ബാധിക്കാൻ പോകുന്നത് വന്നു. ഇപ്പൊ പറയുന്നത് ഇത് ക്രിസ്ത്യാനികൾക്ക് ബാധിക്കുള്ളൂ. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു സർക്കാരിൽ നിന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വണ്ണമുള്ള ഒരു വളരെ ഡിവിസീവായിട്ടുള്ള പൊളിറ്റിക്സ്, വിഭജിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയം ഉണ്ടാക്കുക, ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തുക, പേടിപ്പിക്കുക. ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഡെമോക്രസിന്റെ വാൾ പോലെ ഒരു സാധനം വരാൻ പോകുന്നുണ്ട്. ആ സാധനം കണ്ട് പേടിച്ചോളൂ, പേടിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ കരുതലോടെ ചെയ്തോളൂ എന്ന് പറയുന്ന പോലെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന പോലെ ഇത് കൊടുക്കുക. അല്ലാതെ ഇപ്പോഴെന്ത് ആവശ്യമാണ് ഇതിനകത്ത്? ഒരു അടിയന്തര സാഹചര്യം അതല്ല, ആൾക്കാരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണമല്ലോ ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഞങ്ങൾ അതിനകത്ത് ഒരു ഉറച്ച നിലപാടെടുത്തു. ആ ബില്ല് ഒരു ചർച്ചയുമില്ലാതെ, ഒരു വിധത്തിലുള്ള കീഴ്വഴക്കങ്ങളും പാലിക്കാതെ, സാധാരണഗതിയിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ വേളയിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ ഇത്തരമൊരു ബില്ല് കൊണ്ടുവന്നാൽ ആ ബില്ലിനെ എന്ത് വില കൊടുത്തും എതിർത്ത് തോൽപ്പിക്കും ഏറ്റവും ശക്തമായി. ഇതൊരു പിൻവാതിലൂടെയുള്ള ബാക്ക്ഡോർ എൻട്രിയാണ് ഈ ബില്ലിന്റെ. അത് പാർലമെന്ററി പ്രൊസീജിയറിന് വിരുദ്ധമായിട്ട്. അതിന് ഞങ്ങൾ എന്ത് വില കൊടുത്തും എതിർക്കുമെന്ന് പറഞ്ഞു. ഞാൻ മന്ത്രിയോടക്കം വിളിച്ച് സംസാരിച്ചു. കാരണം നിങ്ങളെ ടൈമിംഗ് തന്നെ മന്ത്രിയുടെ നിലപാട് എന്താണ്? അല്ല, മന്ത്രി പറഞ്ഞു അപ്പൊ ഇത് ചില പ്രശ്നങ്ങളുണ്ട് ആ ബില്ലിന്റെ പുറത്ത് പറഞ്ഞു. അവർ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് ഇത്തരം ബില്ലുകൾ വരുമ്പോൾ ആദ്യം സഭ അറിയണം, രാഷ്ട്രീയ പാർട്ടികൾ അറിയണം. ഇതൊന്നും അറിയാതെ പെട്ടെന്ന് ചുളുവിൽ പാസ്സാക്കാൻ പറ്റുന്ന പ്രശ്നമേ ഇല്ല. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും എന്ന് പറഞ്ഞു. എന്തായാലും തൽക്കാലത്തേക്ക് അവർ പിൻവലിച്ചു, സ്ഥിരമായി പിൻവലിച്ചു എന്നതിന് അർത്ഥമില്ല. ഇനി അവർ കൊണ്ടുവരാൻ വേണമെങ്കിൽ കൊണ്ടുവരും. മിനിസ്റ്റർ പറഞ്ഞതും അങ്ങനെ തന്നെയാണല്ലോ, തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുന്നു. ശ്രീണന്ദരെ, കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കോ, പാർലമെന്റിൽ കൊണ്ടുവരുന്ന ഓരോ ബില്ലുകളും തങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഈ രാജ്യത്തെ ഒരു പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഡിസൈനുള്ള ബില്ലുകളാണ്. ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ അടിസ്ഥാനം. ജനങ്ങളെ വെറുപ്പിന്റെ പാതയിലോട്ട് കൊണ്ടുപോവുക, ഒരു പ്രത്യേക സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുക, അത് 1 by 1 ആയിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെങ്കിലും ടാർഗറ്റ് ചെയ്യുക, അതിനുവേണ്ടി ബിൽ ഉണ്ടാക്കുക, അതിനുവേണ്ടി ന്യായവാദങ്ങളും ന്യായീകരണങ്ങളും ഉണ്ടാക്കുക. അപകടകരമായ പോക്കിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് രാജ്യത്തെ. അതിനിടയ്ക്ക് നമ്മൾ ഇലക്ഷനിലേക്ക് മടങ്ങി വന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിൽ നിൽക്കുന്ന സമയത്ത് കേസിയുടെ ഒരു പ്രസ്താവന വന്നു. പയ്യന്നൂരിലെ കൃത്രിമമായിട്ട് ആധാർ പോലുള്ള ഐഡി കാർഡുകൾ ഉണ്ടാക്കുന്നു CPM. അപ്പൊ അത് വളരെ ഉത്തരവാദിത്വത്തോടെ കേസി പറഞ്ഞതാണോ, അല്ല വിശ്വാസയോഗ്യമായ തെളിവുകൾ ഉണ്ടായിട്ടാണോ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പയ്യന്നൂരിലും തളിപ്പറമ്പിലും പോയപ്പോൾ അവിടെ വളരെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സ്, കഴിഞ്ഞ കാലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന എല്ലാവരും ഇപ്പൊ അവരുടെ കൂടെ ഇല്ല മാനസികമായിട്ട്. അവരിൽ നിന്ന് തന്നെ ചില വിവരങ്ങൾ കിട്ടി, ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അതായത് വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുക, മറ്റൊരു കോൺസ്റ്റിറ്റ്യൂൻസിയിൽ നിന്ന് ആളുകളെ വോട്ടിങ്ങോട്ട് ചേർത്ത് ഡബിൾ എൻട്രി ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വ്യാജ വോട്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നൊരു മുന്നറിയിപ്പായിരുന്നു നമ്മുടെ പ്രവർത്തകർ നമുക്ക് തന്നത്. അവർക്ക് കിട്ടിയത് അവരുടെ റിലയബിൾ സോഴ്സ് നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു കാര്യം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മിണ്ടാതിരിക്കലല്ലോ. മാത്രമല്ല, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ കോപ്പിയും കൂടെ കിട്ടിയിട്ടാണ് ഞാൻ ഉത്തരവാദിത്തോടെ പറഞ്ഞത്. അത് സ്ഥാനാർത്ഥിയുടെ കോപ്പിയുണ്ട് ഇലക്ഷൻ കമ്മീഷന് അവിടുന്ന് കൊടുത്ത പയ്യന്നൂരിൽ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത പരാതിയിൽ കൃത്യമായി ഈ കാര്യം പറഞ്ഞിരിക്കുക. വ്യാജ ആധാർ കാർഡ് അടക്കം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നുള്ള വിവരമുണ്ട്. അതുകൊണ്ട് ഇത് പരിശോധിക്കണം, അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ല, ഇത് കേസ് ഇങ്ങനെ പ്രഖ്യാപനം നടന്നതിന് ശേഷം എന്തെങ്കിലും അന്വേഷണം ഈ കാര്യത്തിൽ വന്നോ? അല്ല, ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം വന്നതായിട്ട് അറിയില്ല. ഇലക്ഷൻ കമ്മീഷനോട് ഉത്തരവാദിത്തപ്പെട്ട അവരോട് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി വരെ അന്വേഷിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉടനെ ഇവരവിടെ വെച്ചേക്കാൻ പോകുന്നുണ്ടോ? അവര് മാറ്റുമല്ലോ, മാറ്റുമല്ലോ. ഈ കേരളത്തിലെ ഇപ്പം എനിക്കൊന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കേസി അത് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഈ ഡീല് നടക്കുന്നു എന്നുള്ള രീതിയിൽ. ശരിക്കും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പല ആരോപണങ്ങളും കൊണ്ടുവരും. ഈ കേരളത്തിൽ ഇപ്പം CPM-ഉം BJP-യും തമ്മിൽ ഒരു ശക്തമായ ഡീല് നടക്കുന്നു, ചില മണ്ഡലങ്ങളിൽ അത് പ്രകടമാണ് എന്നൊക്കെ പറയുന്നു. ഇപ്പോഴും കേസി അതിൽ ഉറച്ചു നിൽക്കുകയാണോ? അല്ല, അതെ, തീർച്ചയായിട്ടും. കാരണം BJP ചില മണ്ഡലങ്ങളിൽ അവര് ഉണ്ടാക്കിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ, ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഹൈപ്പ്. അത് താങ്കളുടെ റിപ്പോർട്ട് പറഞ്ഞു ചോദിച്ചാൽ താങ്കൾക്ക് അറിയാമല്ലോ, ആ ഹൈപ്പ് ഇപ്പം നിൽക്കുന്നുണ്ടോ പല മണ്ഡലങ്ങളിലും അവരുദ്ദേശിച്ച്? അവരുടെ ശക്തി കേന്ദ്രങ്ങളായ പല മണ്ഡലങ്ങളിൽ പോലും ആ ഹൈപ്പ് നിലനിൽക്കുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങൾ പോലും അത്ര ഉഷാറായിട്ട് നടക്കുന്നില്ല. അവരുടെ തന്നെ പ്രവർത്തകർ എന്തുകൊണ്ടാണ് ഇങ്ങനെ BJP അത്ര ഉഷാറാവാതെന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
നേരത്തെ ഇങ്ങനെയുള്ള ആരോപണങ്ങളുണ്ട്. അവരുടെ കാൻഡിഡേറ്റ് ലിസ്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ ആ കാൻഡിഡേറ്റ് ലിസ്റ്റ് അനൗൺസ് ചെയ്തതിൻ്റെ പിന്നാലെ നമ്മളൊന്ന് പോയി നോക്കിയാൽ 2020 19 സീറ്റ്. ആ കൊടുത്ത സീറ്റുകൾ BJPക്ക് കാര്യമാത്ര പ്രസക്തമായി നല്ല പ്രവർത്തകരും പാർട്ടി സംവിധാനമുള്ള പല സീറ്റുകളും അങ്ങനെ പോയിരിക്കുകയാണ്. അല്ല, അതൊരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കണ്ടുകൂടെ? എന്താണ് സ്ട്രാറ്റജി? അതായത് ഒരുപക്ഷെ ഈ 2020 ഒരു നവാഗത പ്രതിഭകളാണല്ലോ. അപ്പോൾ അവർ കയറി വരുന്ന സമയത്ത് ജനങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്താലോ എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ എന്നെനിക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ ഫീൽഡിലെ പ്രതികരണം അങ്ങനെയല്ലല്ലോ. അല്ല, ഫീൽഡിലെ പ്രതികരണം BJP പ്രവർത്തകർക്ക് ആ സീറ്റുകളിൽ BJP പ്രവർത്തകർക്ക് വലിയ അമർഷമാണ്. തൃപ്പൂണിത്തറ താങ്കൾക്ക് അറിയാവുന്ന മണ്ഡലമല്ലേ? അവിടെ BJP ഒറ്റക്ക് തന്നെ അവർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന സ്ഥലമായിരുന്നല്ലേ? അതെ. അപ്പൊ അവിടുത്തെ പ്രവർത്തകർ ചോദിക്കുന്നത് ഇതെന്ത് പാർട്ടി, ഇതെന്ത് സമീപനാണ്? അവർക്ക് അമർഷം ഉണ്ടാവില്ല. അപ്പൊ സീരിയസ് ഫൈറ്റ് ആണോ നടക്കുക, അല്ല നോൺ സീരിയസ് ഫൈറ്റ് ആണോ നടക്കുക? മാത്രമല്ല KC, ഇതിനകത്ത് BJP പറയുന്നത് ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അവരിപ്പോ ഈ അധികാരത്തിൽ വരും എന്ന രീതിയിൽ പറയുന്നത്. അതേസമയം തന്നെ ഇവരുടെ ചില സമുന്നതരായ നേതാക്കന്മാരോട് നമ്മൾ സംസാരിക്കുമ്പം 2031 തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. മാത്രമല്ല അവരുടെ മനസ്സിൽ കോൺഗ്രസിനെ തുടച്ചു നിൽക്കുക, കോൺഗ്രസ് മുക്ത ഭാരതം. അതാണ് നമ്മൾ പറയാൻ കാരണം. അവരുടെ മനസ്സിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള ഒരു ഇത് കോൺഗ്രസിനെ കേരളത്തിൽ തീർക്കുക. കാരണം BJPയെ എന്നും എതിർക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. വിട്ടുവീഴ്ചയില്ലാതെ ദേശീയ തലത്തിൽ അവർക്ക് വെല്ലുവിളി ഉയർത്തുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ വേണ്ട, കോൺഗ്രസിന്റെ മുന്നണി ഇവിടെ വേണ്ട, UDF വേണ്ട. CPM ജയിച്ചു പോകുന്ന പോട്ടെ, അവരെ കൈകാര്യം ചെയ്യാൻ അവർക്ക് എളുപ്പമാണ്. ഇപ്പോൾ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കില്ലേ? ഇപ്പം പിണറായി വിജയന്റെ ഗവൺമെന്റ് പറഞ്ഞാൽ അവർ വിചാരിക്കാത്ത ഏത് കാര്യം നടക്കാത്ത വിചാരിച്ചാൽ PMC എത്ര എളുപ്പത്തിൽ അവരെ ഒപ്പിടിപ്പിച്ചത്, ലേബർ കോഡിന്റെ കാര്യം എത്ര വേഗത്തിലാണ് മാറ്റിയത്. അപ്പൊ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അങ്ങനെ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനെ തീർക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട, അവരുടെ നേതാക്കന്മാർ. പക്ഷെ കേരളത്തിലെ സാധാരണ BJP പ്രവർത്തനം നിൽക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ആ ഒരു ഡീലിന്റെ ഭാഗമായിട്ട് നിൽക്കുമോ എന്നുള്ളത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരൊരു ഡീൽ ഉണ്ടാക്കിയാൽ തന്നെ, ഇപ്പൊ നേതൃതലത്തിലൊരു ഡീൽ ഉണ്ടാക്കിയാൽ ഈ താഴെ തട്ടിലും ഘടകത്തിലും ഇത് എങ്ങനെയാണ് കൺവിൻസിംഗ് ആയിട്ട് പറയാൻ പറ്റില്ല? അല്ല, അതാണല്ലോ പ്രശ്നം. ഇന്നത്തെ കേരളത്തിലെ പ്രശ്നം CPM എന്ന് പറയുന്നത് അവരുടെ അണികളുടെ വികാരങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയെ അല്ല. ഇപ്പോൾ അതൊരു വേറൊരു കൾച്ചറിലോട്ട് പോയി. പണ്ടുണ്ടായിരുന്ന കൾച്ചറിനനുസരിച്ച് അവരുടെ പാർട്ടി പ്രവർത്തകൻ വളരെ ആവേശത്തോടെ വിളിച്ചു പറയുന്ന ഒരു സർക്കാരായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? നിങ്ങൾ എവിടെയെങ്കിലും നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് പോയി നോക്കി അവൻ ആവേശം കൊള്ളുന്നുണ്ടോ ഈ സർക്കാരിൽ? ഇവരുടെ ചെയ്തികൾ അങ്ങനെയല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ഏത് അണ്ടർസ്റ്റാൻഡിങ്ങിനെയും താഴെത്തട്ടിലുള്ള പ്രവർത്തകൻ അത് നേരായ മാർഗത്തിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിന്റെ പശ്ചാത്തലം വെച്ച് അവർ കേരളത്തിന് പുറത്തുള്ള പശ്ചാത്തലം പോലെയായിരിക്കും. അപ്പൊ ഇതൊന്നും ഈ പറയുന്ന ഡീലൊന്നും ചിലവാകാൻ പോകുന്നില്ല. രാഷ്ട്രീയത്തില് അഭിശുദ്ധമായിട്ടുള്ള ഏത് ഡീല് നടത്തിയാലും അതൊന്നും സക്സസ്ഫുൾ ആകും. അതല്ല, നമ്മുടെ ആൾക്കാർ വളരെ സെൻസിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ആണ്. അവർ എന്തൊക്കെ പറഞ്ഞാലും അവിടെ കയറുമ്പോൾ ആർക്ക് കൂത്തണം എന്നുള്ളത് 2-2 4 2-2 0 ആവും ചിലപ്പോ അല്ലേ? അല്ല, അവര് ഞാൻ ഒരിക്കലും ഡൽഹിയിൽ വെച്ചിട്ട് ഒരു നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്നറിയോ, ഈ കോൺഗ്രസിന് 5 കൊല്ലം കൂടി അധികാരം കിട്ടാതെ പോയാൽ മിക്കവാറും കോൺഗ്രസ് അല്ല ഞങ്ങളോട് ചേരും, 31 ഞങ്ങളുടെ കാര്യം എളുപ്പമാകും എന്നാണ്. അവർക്ക് തെറ്റുപറ്റിപ്പോയി. കോൺഗ്രസ് എത്ര കാലം വേണമെങ്കിലും അധികാരമില്ലാതെ ശക്തമായിട്ട് നിൽക്കും. തിരിച്ചാണ് സംഭവിക്കാൻ പോകുന്നത്. CPM അധികാരമില്ലെങ്കിൽ ബംഗാളിൽ സംഭവിച്ചത് എന്താണ്? CPM നേതാവല്ല കേട്ടോ ഈ പറഞ്ഞത്. ആയിക്കോട്ടെ. അതാ പറഞ്ഞത് BJPയുടെ കണക്കൂട്ടിലൊക്കെ തെറ്റുവാൻ പോവാണ്. ഞങ്ങൾ ഇപ്രാവശ്യം അധികാരം പിടിക്കുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷെ അധികാരമില്ലാതെ 10 കൊല്ലം ഞങ്ങൾ നിന്നില്ലേ? എന്തുമാത്രം പീഡനമായിരുന്നു. കേന്ദ്രത്തിലും സ്റ്റേറ്റിലും അധികാരമില്ലാതെ, കേന്ദ്രത്തിലും സ്റ്റേറ്റിലും അധികാരം ഉണ്ടായിരുന്ന പാർട്ടി 10 കൊല്ലമായി കേന്ദ്രത്തിലും സ്റ്റേറ്റിലും അധികാരമില്ല. ഞങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ നമ്മുടെ പ്രകടന പത്രിക ഇപ്പോൾ പുറത്തിറങ്ങി UDFന്റെ. അപ്പോൾ ആ പ്രകടന പത്രികയിൽ ഒരുപാട് സൗജന്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും, അതുപോലെ കോളേജ് വിദ്യാർത്ഥിക്ക് ഒരു 1000 രൂപ പോക്കറ്റ് ഇട്ട് കൊടുക്കും, ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു കുടുംബാരോഗ്യ പദ്ധതി 25 ലക്ഷം രൂപ കൊടുക്കും. അപ്പോൾ അതേസമയം നമ്മുടെ പ്രധാനമന്ത്രി ഇടയ്ക്ക് ഒരു ദിവസം പറയുന്നുണ്ടായിരുന്നു, ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ വാരിക്കോരിക്ക് സൗജന്യങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യ ശ്രീലങ്ക പോലെയാകും എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പ്രധാനമന്ത്രിയാണല്ലോ എല്ലായിടത്തും ബീഹാറിൽ അത് ചെയ്തു. എവിടെയാ ചെയ്ത്? മഹാരാഷ്ട്ര ചെയ്തില്ലേ? ഹരിയാന ചെയ്തില്ലേ? മധ്യപ്രദേശ് ചെയ്തില്ലേ? ഛത്തീസ്ഗഡ് ചെയ്തില്ലേ? അവർ കർണാടകത്തിൽ ഈ ഒരു സ്കീമുമായിട്ട് കോൺഗ്രസിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ എക്കോണമിയെ എങ്ങനെ ശക്തിപ്പെടുത്തണമെന്നാണ് പറയുന്നത്. എക്കോണമി എപ്പോഴാണ് ദുർബലമാകുന്നത്? ആളുകളുടെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുമ്പോഴാണ്. ആളുകളുടെ കയ്യിൽ കാശില്ലാതെ ആളുകൾ പരക്കം പായുന്ന സന്ദർഭത്തിലാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ആയാലും രാജ്യത്തിൻ്റെ ആയാലും എക്കോണമി ദുർബലമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ കയ്യിലേക്ക് പൈസ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരത് ട്രേഡിങ്ങിന് കൊടുക്കും, അവരത് ചിലവാക്കും, മാർക്കറ്റിലേക്ക് അത് പോവും. അപ്പോൾ എക്കോണമി സ്ട്രോങ് ആവുകയേ ചെയ്യുള്ളൂ. ശരിയാണ്, നമ്മൾ ഇതിനെക്കുറിച്ചൊരു കരുതലോടെ നീങ്ങണം എന്നുള്ളത്. ഞങ്ങൾ കർണാടകത്തിൽ ഈ സ്കീം നടപ്പിലാക്കിയപ്പോഴാണ് പ്രൈം മിനിസ്റ്റർ ഈ കാര്യം പറഞ്ഞത്. ഇപ്പം പക്ഷേ അതേ പ്രൈം മിനിസ്റ്ററാണ് പിന്നെ മത്സരിച്ച് നടപ്പിലാക്കിയായിരുന്നു മധ്യപ്രദേശിൽ ലാൽജി ഭവൻ.
സ്കീം അടക്കം ഓരോ സ്റ്റേറ്റിലും ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ബിക്ക് എതിരായിട്ടുള്ള ഒരു നിലപാടാണ്. നിങ്ങളിത് ഒരു ഇലക്ഷൻ അജണ്ടയ്ക്ക് അപ്പുറം ഇത് ആലോചിച്ച് തീരുമാനിച്ചെടുത്താണോ? കാരണം നാളെ നിങ്ങൾ ഭരണത്തിൽ വന്നാൽ ഇത് നടപ്പിലാക്കാൻ ബാധ്യതയുണ്ട്. വളരെ ആലോചിച്ച് തീരുമാനിച്ചത് ആണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നോക്കുന്നത് ഇന്ന് കേരളത്തിൽ നമ്മൾ പറയും കേരളം വളരെ സാക്ഷരതാണ്. നമ്മൾ കേരളത്തിൽ ആവശ്യമായിട്ട് സ്ത്രീകൾക്ക് ശാക്തീകരണം നൽകി കൊടുക്കുന്നില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് നമ്മളെല്ലാം. അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ, അവരെ സഹായിക്കാൻ, എവിടെയൊക്കെ അവർക്ക് പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹെൽപ്പിംഗ് ഹാൻഡ് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫോക്കസ്, ഞങ്ങൾ ഇപ്രാവശ്യം കൊടുത്തിരുന്ന ഫോക്കസ് സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരിക. അത് അവർക്ക് ഫ്രീ ബി കൊടുക്കുക മാത്രമല്ല, അവരുടെ സ്റ്റാറ്റസിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ അവർക്ക് ശക്തമായ പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ 1000 രൂപ വലിയ കാര്യമല്ല. ഒരു പെൺകുട്ടികൾക്ക്, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് 1000 രൂപ ചെന്നാലും അറിയുമെന്ന് ആൾക്കാരില്ല. ഞങ്ങളുടെയൊക്കെ ഇവിടെ ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ രാവിലെ പോയിട്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ കാശില്ലാത്തതുകൊണ്ട് കഴിക്കാതെ തിരിച്ചു വരുന്നവർ ഇഷ്ടം പോലെയുണ്ട്. ഒരു നല്ല ഉടുപ്പ് കുട്ടിക്ക് കൊടുക്കാൻ, കോളേജിൽ പോകുമ്പോൾ കൊടുക്കാൻ, കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടിയെ കൊടുക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവരെ ഒന്ന് നമ്മൾ ശക്തമായി പിന്തുണക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടായതാണ് 1000 രൂപ വെച്ച് ഒരു കോളേജ് ഗോയിങ് സ്റ്റുഡൻറ്റ് പെൺകുട്ടിയാണെങ്കിൽ കൊടുക്കണം തീരുമാനിച്ചത്. ഫ്രീ ബസ് സർവീസും അതുപോലെ തന്നെയാണ്. പെൺകുട്ടികൾ ഞങ്ങൾ കർണാടകത്തിൽ നടപ്പിലാക്കിയ ഏറ്റവും ഫലപ്രദമാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിനകത്തുള്ള ചോദ്യം, ഇത് നടപ്പിലാക്കുന്നതിന് കുറേ ഹോംവർക്കുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുറേ ഹോംവർക്ക് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്, ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നടത്തേണ്ടതായിട്ടുണ്ട്. ആ നടത്താൻ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സംസ്ഥാനത്തിന് ഒരു പ്രയാസവും ഇല്ലാതെ നടപ്പിലാക്കാൻ പറ്റുന്നുള്ള കണ്ടെത്തലിലാണ് ഞങ്ങൾ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ നമ്മുടെ KSRTC ഭരിച്ച മന്ത്രി KB ഗണേഷ് കുമാർ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ സൗജന്യങ്ങൾ വാരി വിതറാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ പ്രകടനപത്രികയിൽ പറയുന്ന എല്ലാ സ്ത്രീകൾക്കും സൗജന്യ ബസ് യാത്ര അനുവദിച്ചിട്ടുണ്ട്. അത് ഓർഡിനറി ബസ് മാത്രമാണോ മറ്റെല്ലാ ബസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ അനുവദിച്ചാൽ ഇത് പൂട്ടിപ്പോകും ഈ സ്ഥാപനം. അത് തെറ്റായിട്ടുള്ള കൺസെപ്റ്റാണ്. KSRTC കർണാടകത്തിലെത്തും KSRTC ആണല്ലോ പൂട്ടിയാ. നമ്മൾ ഈ പറയുന്നത് KSRTC ഫ്രീ ആയിട്ട് കൊണ്ടുപോകണം എന്നല്ല പറയുന്നത്. ഈ കൊണ്ടുപോകുന്ന ഓരോ വനിതയുടെയും കാശ് സർക്കാർ സബ്സിഡി കൊടുക്കേണ്ടി വരും. അപ്പം KSRTCക്ക് വരുമാനം കൂടുകയുള്ളൂ. പിന്നെ ഗവൺമെൻറ് അതിൻ്റെ റിസോഴ്സസ് കണ്ടെത്തണം. അതിനായിട്ടുള്ള പല മാർഗ്ഗങ്ങളും ഉണ്ട് ഗവൺമെൻറ് മുമ്പിൽ. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റും. ആരാണിപ്പോൾ സമ്പത്തിനെ കുറിച്ച് പറയുന്നത്? 1.5 ലക്ഷം കോടി കടമുണ്ടായിരുന്ന കേരളത്തെ 4.25 ലക്ഷം കോടി കടത്തിലേക്ക് എത്തിച്ചവരാണ് ഈ രാജ്യത്ത് ഫൈനാൻസ് പഠിപ്പിക്കുന്നത്. വല്ല തമാശയല്ലേ അത്? അല്ല, ഈ ഇത്രയും കടത്തിൽ നിൽക്കുന്ന, നിങ്ങളിപ്പം അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത്രയും കടത്തിൽ മുങ്ങി നിൽക്കുന്ന, നമ്മുടെ VD സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പൂച്ച പെറ്റിക്കിടക്കുന്ന ഖജനാവില് നിങ്ങൾ കയറേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ കയറുമ്പോൾ ഇതിനെ കടന്നു പോകാനുള്ള ഞങ്ങളെ മുമ്പിൽ അതിനകത്ത് വരുമാന സ്രോതസ്സുകൾ, പുതിയ ഇതുവരെ ടാപ്പ് ചെയ്യാത്ത വരുമാന സ്രോതസ്സുകൾ, അതിനുള്ള മാർഗങ്ങളുണ്ട്. നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം നിങ്ങളെ പോലെ ഒരാൾ കേരളത്തിന് ഒരു അഭിമാനമുള്ള ഒരു ആളാണ്. കാര്യം കേരളത്തിൽ നിന്ന് ഒരാൾ ഡൽഹി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു, അവിടെ IC ജനറൽ സെക്രട്ടറി ആകുന്നു, നേതൃപദവിയിലെത്തുന്നു. അപ്പോൾ ഈ ഡൽഹിയിലെ ഈ കോൺഗ്രസ് തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് താങ്കൾ. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി അടുത്തിടയ്ക്ക് ഈ സ്ത്രീകളെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരാൻ, ഈവൻ ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ കാര്യം പോലും അദ്ദേഹം പറഞ്ഞത്, അത് വെച്ചിട്ട് ദീപ്തി മേരി വർഗീസ് ഒരു കാര്യം പറഞ്ഞു, നേതാക്കന്മാർ കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോൾ ഇതിന് ഈ KC വേണുഗോപാൽ എന്ന AC ജനറൽ സെക്രട്ടറി ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? തീർച്ചയായിട്ടും അത് മുന്നോട്ട് വന്നേ പറ്റുള്ളൂ. ഇത് രാജീവ് ജിയുടെ തന്നെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. കാരണം വെച്ചാൽ അതാണ് പഞ്ചായത്ത് രാജിൽ നിന്ന് 50% നമ്മൾ കാണുന്നതിൻ്റെ കോൺട്രിബ്യൂഷൻ, അതിൻ്റെ ഐഡിയ മൂട്ടിയതും ശക്തമാക്കിയതുമെല്ലാം രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. ഇന്നിപ്പോൾ 50%-ലധികം ആളുകളുണ്ട് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ. ആദ്യം ഇതൊക്കെ നമ്മൾ പറയുന്ന വനിതകൾക്ക് ഇത് പറ്റുമോ, ഇതിൽ ഏൽപ്പിച്ച അവർക്ക് ചുമതല ചെയ്യാൻ പറ്റുമോ? തെറ്റാണ്. ആണുങ്ങളെക്കാൾ എത്രയോ നന്നായി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇനിയിപ്പം നമ്മൾ വരാൻ പോവല്ലേ, നമ്മൾ 33% പാസ്സാക്കിയാണ് നിയമസഭയിലും പാർലമെന്റിലും. ഇപ്പം വീണ്ടും 29 അതിന് വരാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ വെൽക്കം ചെയ്യണം അതിനകത്തൊക്കെ. കാരണം അതിന്റെ കുറുക്കു വഴികൾ തേടരുത് മാത്രമേ. സ്ത്രീകൾക്ക് വരാൻ ഈ പുരുഷന്മാരെ അനുവദിക്കുന്നില്ലെന്നാണ് അവിടെ റിസർവേഷൻ വേണമെന്ന് പറയുന്നു. റിസർവേഷൻ വന്നാൽ അനുവദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പെൺവേഷം കെട്ടിയിട്ട് ആണിന് മത്സരിക്കാൻ പറ്റൂലല്ലോ. പറ്റുമോ? അത് ഒരിക്കലും പറ്റില്ല. ഈ നമ്മളെ ഒരു പക്ഷേ തീർച്ചയായിട്ടും അത് പിന്നെ സ്ത്രീകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി താങ്കൾ പറഞ്ഞതുപോലെ സ്ത്രീകളെ പോയി സ്ഥാനാർത്ഥിയാക്കിയാൽ അതിന് അവർക്ക് ശക്തമായ പിന്തുണ കൊടുത്താലേ അവർക്ക് നിലനിൽക്കാൻ പറ്റൂ. അപ്പോൾ ആ ശക്തമായ പിന്തുണയാണ് പാർട്ടി കൊടുക്കേണ്ടത്. അത് ആ ബോധ്യം പാർട്ടിക്കുണ്ട്. രാഹുൽ ഗാന്ധി അത് വളരെ ക്ലീനാണ്. കേരളത്തിലെ ഈ സ്ത്രീ വോട്ടർമാരുടെ മനസ്സ് ഇപ്പോഴെങ്ങനെയാണ്? KCയുടെ ഒരു കാൽക്കുലേഷൻ UDF അനുകൂലമാണ്. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ ഏറ്റവും കൂടുതൽ ജീവിത പ്രയാസങ്ങൾ നേരിടുന്ന അവരാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ തന്നെ LPG ഗ്യാസ് ക്രൈസിസ് വന്നപ്പോൾ അടുക്കളയിലല്ലേ ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത്. അല്ലെങ്കിൽ തന്നെ വിലക്കയറ്റുണ്ട്. ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കയറാൻ, പെട്രോളിൻ്റെ ഡീസലിനും വില കൂടുന്നു, എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നു. പിന്നെ
തൊഴിലിടങ്ങളിൽ പോകുന്ന സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിൽ എന്ത് സുരക്ഷിതകൾ? നമ്മുടെ ഇപ്പോൾ കാലപ്പൊടിയിൽ കയർ തൊഴിലാളികളാണ്, സ്ത്രീകളാണ് മിക്കവാറും ആളുകൾ, അറിയായിരിക്കുമല്ലോ, കയർ പിരിക്കുന്ന തൊഴിലാളികൾ. അവരുടെ അടുത്തൊന്ന് പോയി നോക്കിയേ, കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? സങ്കട കടലാണ് അവിടെ. മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകൾ, കശുവണ്ടി 900 ഫാക്ടറി ഉണ്ടായിരുന്ന കശുവണ്ടി ഇന്നിപ്പോൾ 100 ഫാക്ടറി പോലും ഇല്ല അവിടെ. അവർക്ക് എന്തെങ്കിലും സ്ഥിര വരുമാനം ഉണ്ടാക്കും? അവരെല്ലാം ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലിന് പോയിട്ടാണ് ജീവിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകളാണ് ഈ തൊഴിലിടങ്ങളിൽ പോകുന്ന പരമാവധി. തൊഴിലുറപ്പ് ആയാലും കശുവണ്ടി ആയാലും കൈത്തറി ആയാലും മത്സ്യമായാലും കയറായാലും ഇവിടെയൊക്കെ 90, 80, 85, 90% സ്ത്രീകളാണ്. അവർക്ക് എന്താണ് ഉള്ളത്? അവർക്ക് എന്താണ് ഒരു മാറ്റമുള്ളത് അവരുടെ ലൈഫിൽ? അവരെ ആരാ തിരിഞ്ഞു നോക്കിയിട്ടുള്ളത്? അപ്പോൾ അവരുടെ വോട്ട് കൃത്യമായിട്ട് UDF അനുകൂലമായിട്ടായിരിക്കും. കേസ് ഞാൻ ഈ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം നമ്മളെ വല്ലാണ്ട് അലട്ടുക. അത് ആൾക്കാർ വിചാരിച്ചു ഏതെങ്കിലും ഒരു നാട്ടിൽ എന്തെങ്കിലും നടന്നാൽ നമുക്കെന്താണ്. ഇപ്പോൾ കേരളത്തിനെയാണ് നന്നായി അത് ബാധിച്ചു തുടങ്ങി. എന്നുവെച്ചാൽ വീട്ടിനകത്തേക്ക് യുദ്ധം വന്ന് കയറി കഴിഞ്ഞു. ഗ്യാസിന് വില കൂടി, നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടും, പല പല പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും അപകടം പിടിച്ച കാര്യം 40 ലക്ഷത്തോളം ആൾക്കാർ ഗൾഫ് നാട്ടിലുണ്ട് കേരളത്തിൽ നിന്ന്. നാളെ എന്തെങ്കിലും സംഭവിച്ചു ഇവരിൽ കുറച്ച് ആൾക്കാരെ മടങ്ങി വരേണ്ട അവസ്ഥ. കോവിഡ് കാലത്ത് 2 ലക്ഷം വന്നപ്പോൾ തന്നെ നമ്മൾ ശ്വാസം മുട്ടി. അപ്പോൾ ഒരു കുറേ ആളുകൾ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്? നമുക്ക് കാഴ്ചപ്പാടുണ്ട്. പക്ഷേ കാഴ്ചപ്പാട് ഉണ്ടാകേണ്ട, കോവിഡിന്റെ ഒരു ദുരന്തം കണ്ടവരാണ് അവർ. ഇപ്പോഴത്തെ ഗവൺമെന്റ് എന്ത് പ്ലാനിങ്ങാണ് ഉണ്ടായിരുന്നത്? അന്നത്തെ അത് നടന്നുപോയി. ഇത്തരം സന്ദർഭങ്ങൾ വന്നാൽ നേരിടാൻ ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധം തന്നെ, വെസ്റ്റേൺ ക്രൈസിസ് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഫോറിൻ പോളിസി അതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രത്തലവനെ എന്തോ കാരണമായിക്കോട്ടെ ഇസ്രയേൽ അമേരിക്കയുമായി ചേർന്നിട്ട് പിടിച്ചോണ്ട് പോയി കൊല്ലുമായിരുന്നു. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രത്തലവനെയാണ് കൊല്ലുന്നത്. അവരുടെ ആത്മീയ നേതാവാണ്, അതിനപ്പുറത്തായ അദ്ദേഹം രാഷ്ട്രത്തലവനാണ്. അയാളെ സത്യത്തിൽ യുദ്ധങ്ങൾക്കും ഒരു നീതിയുണ്ടല്ലോ, യുദ്ധനീതിയുണ്ടല്ലോ. അതുപോലും പാലിക്കപ്പെടാതിരുന്നപ്പോൾ നമ്മൾ ഒരിക്കലും മിണ്ടാതിരുന്നിട്ടില്ല. ഇന്ത്യയുടെ വിദേശ നയം എല്ലാ കാലത്തും നമ്മൾ സമദൂരം പാലിക്കും എല്ലാവരോടും. പക്ഷേ നിർണായകമായ കാര്യങ്ങളിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് മടി കാണിക്കാറില്ലായിരുന്നു. ഇത് വന്നിട്ട് ഒരു രാഷ്ട്രത്തിൽ ഇപ്പം നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതുപോലെ ഒരു മിസൈൽ ആക്രമണത്തിൽ മറ്റൊരു രാജ്യം വന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അപലപിക്കുന്ന സാഹചര്യം പോലും ആദ്യത്തെ 2-3 ദിവസം ഉണ്ടായില്ല. ശ്രദ്ധിച്ചറിയും, അത് മൗനത്തിലായിരുന്നു, പൂർണ്ണമായി മൗനത്തിലായിരുന്നു. അവസാനം ഈ പരാതിയും പ്രശ്നങ്ങളും വന്ന് കോൺഗ്രസ് ശക്തമായി നിന്നപ്പോഴാണ് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി പോയിട്ട് പിന്നെ നമ്മുടെ ഇറാൻ എംബസി പോയി ഇരുന്നിട്ട് ഒരു അനുശോചന സന്ദേശം ഒപ്പിട്ടത്. അപ്പോഴും പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് പോലും വന്നിട്ടില്ലായിരുന്നു. പിന്നീട് പ്രഷർ വന്നിട്ടാണ് വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ആ സ്റ്റേറ്റ്മെന്റ് അത് പറയും. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ കക്ഷി ചേരുകയല്ലേ? ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു ആക്രമണം ഒരു രാജ്യത്തിന് നേരെ നടന്നിട്ട് ഇറാനെ നമ്മൾ പൂർണ്ണമായി ന്യായീകരിക്കുന്നില്ല. അവർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് പറയണം. പക്ഷെ ഇവിടെ നടന്ന ഇൻസ്റ്റൻസ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇസ്രയേൽ പെട്ടെന്ന് ആക്രമണം അഴിച്ചുവിടുന്നു, അയാൾ കൊല്ലപ്പെടുന്നു. ഒരു പ്രതികരണം പോലും ഇന്ത്യക്ക് ഉണ്ടാകുന്നില്ല. അവിടെ ഇന്ത്യയുടെ പക്ഷപാതിത്വമായി മാറി, നിഷ്പക്ഷത പക്ഷപാതിത്വമായിട്ട് മാറിയപ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല ഇന്ത്യക്ക്. ഹോർമിസ് കടലൊടുക്കിലൂടെയല്ലേ ഇതെല്ലാം വരുന്നത്. നമുക്ക് ചിന്തിക്കണ്ടല്ലേ? ഇന്ത്യ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നല്ലേ. അപ്പൊ ഈ കേരളത്തിലേക്ക് നമ്മൾ ഇലക്ഷനിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം ഇപ്പോഴും ഈ SDP-യെ പിന്തുണ തേടുന്നതും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നതുമാണ്. ഇതിനകത്ത് വേണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പറയാം ആരെ വോട്ട് ചെയ്താലും ഞാൻ എടുക്കും. എന്നാൽ ഇതിനകത്ത് കോൺഗ്രസ് എടുക്കുന്ന ഒരു കാഴ്ചപ്പാട് SDP-യുമായിട്ട് അങ്ങനെയുള്ള വർഗീയ പിന്തുണ വേണ്ട, വർഗീയ കക്ഷികളുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള നീക്കുപോക്കുകളും സഖ്യങ്ങളോ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച നിലപാട്. അതിനകത്ത് സംശയമൊന്നും വേണ്ട. 4 വോട്ടിന് വേണ്ടി അല്ല, വർഗീയ കക്ഷികൾ അത് നമുക്ക് നമ്മുടെ ജനങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനം. വർഗീയ കക്ഷികളുമായിട്ടുള്ള ഒരു മുന്നണിയും നമ്മൾ ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇപ്പോഴതിനകത്തൊട്ടും പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമാണ്. ഈ ഇപ്പൊ NSS അല്ലെങ്കിൽ SNDP ഇവരുമായിട്ടൊക്കെ ഉള്ള ഒരു ചങ്ങാത്തത്തിൽ പോകാൻ UDF-ന് ഇപ്പോൾ കഴിയുന്നുണ്ടോ? കാര്യം അവരിപ്പോ ഒരുപക്ഷെ പരസ്യമായിട്ട് തന്നെ LDF-ന് ഒരു പിന്തുണ കൊടുത്തു കഴിഞ്ഞു. എന്തായിരിക്കും അത്? അതിനകത്ത് എന്തെങ്കിലും KC ഒരു നാഷണൽ ലീഡർ എന്നുള്ളതിൽ അല്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. NSS SNDP അങ്ങനെ പരസ്യ പിന്തുണ അവരൊക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ടാവും ഇടക്കിടക്ക്. അല്ല, അതിനകത്ത് തന്നെ വെള്ളാപ്പള്ളി LDF-നും വെള്ളാപ്പള്ളിയുടെ ധർമ്മപത്നി NDA-ക്കും പിന്തുണ പ്രഖ്യാപിച്ചത്. അത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ അതിനകത്ത് അവര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ ചില വിഷയങ്ങൾ പറയുമ്പോൾ പറയുന്നുണ്ടാവും, അവരെ എതിർക്കട്ടെ. SNDP-യിലും NSS-ലും വിശ്വസിക്കുന്ന ഒരുപാട് പേര് കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ മുന്നണിയും സഹായിക്കാൻ താല്പര്യമുള്ളവരാണ്. സംശയമൊന്നും വേണ്ട. നമുക്ക് എല്ലായിടങ്ങളിലും അത് കാണാം. അതുകൊണ്ട് അവർ അങ്ങനെ ഒരു മുന്നണിയെ ശക്തമായി എതിർത്ത് അവർക്ക് വോട്ട് ചെയ്ത് തോൽപ്പിക്കണമെന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ മനസ്സിലായിട്ടുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമുദായ സംഘടനകളുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തി പോകണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അതാണ് കോൺഗ്രസും CPM തമ്മിലുള്ള വ്യത്യാസം തന്നെ. റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം അതൊക്കെ റിയാലിറ്റിയാണ്. NSS-ഉം SNDP-യും
അതുപോലെ KPMS-ഉം അതുപോലുള്ള സംഘടനകൾ, മുസ്ലിം സംഘടനകൾ, ക്രൈസ്തവ സംഘടനകൾ, ഇതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്സിൻ്റെ ഭാഗങ്ങളാണ്. അതിനൊന്നും ഒഴിച്ചു നിർത്തിയിട്ട് ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് നടക്കുന്നതല്ല. അവരുടെയൊക്കെ പിന്തുണ തരണം, അവരുടെയൊക്കെ സഹായം തരണം. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആശയഗതിയും ഐഡിയോളജി ഉണ്ടാകും. ഓരോ പാർട്ടിയും അവരുടെ ഐഡിയോളജിയിലോട്ട് മുന്നോട്ട് പോകുള്ളൂ. അത് ആ ഐഡിയോളജിയായിട്ട് മുന്നോട്ട് വർഗീയതയോട് വിട്ടുവീഴ്ച, ആ ഐഡിയോളജി വർഗീയതയോട് നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാറില്ല. ആ ഐഡിയോളജി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇത്തരം ആളുകളുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ നോക്കേണ്ടത് പിന്നെ ആരാണ്? ഈ സമുദായ സംഘടനകൾക്ക് പ്രശ്നം ഉണ്ടോയെന്ന് വെച്ചോ, അവരുടെ പ്രശ്നങ്ങൾ നോക്കാൻ നമുക്ക് ഉത്തരവാദിത്വമില്ലേ? അവരുടെ കൺസേൺ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് ഉത്തരവാദിത്തമില്ല. അവരും ഈ സൊസൈറ്റിയുടെ ഭാഗങ്ങളല്ലേ? അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, അവരോട് ശത്രുതാ മനോഭാവം ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്കില്ല, സ്നേഹ മനോഭാവം മാത്രമേ. ഈ KC നമ്മുടെ പത്മജ വേണുഗോപാലിന് ഒരു പ്രസ്താവന വന്നു. കരുണാകരന്റെ സ്മാരകത്തിന് വേണ്ടി ഫണ്ട് പിരിച്ചിട്ടത് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ മുക്കിക്കളഞ്ഞു എന്ന രീതിയിലുള്ള പ്രസ്താവന അവർ തൃശ്ശൂരിൽ പറഞ്ഞു. അപ്പോൾ ഈ ശരിക്കും മുരളീധരൻ എൻ്റെ മറുപടിയും പറഞ്ഞു, എന്നുവെച്ചാൽ അച്ഛൻ്റെ പേര് ഇതിലേക്കൊന്നും വലിച്ചഴയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. KC ഒക്കെ എനിക്കൊന്ന് ലീഡറുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ആളല്ലേ, അദ്ദേഹത്തിൻ്റെ കൂടെ വളരുകയും ഒക്കെ ചെയ്ത ആളാണല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് KCയുടെ ഒരു അഭിപ്രായം? ശ്രീ മുരളീധരൻ പറഞ്ഞതാണ് അതിൻ്റെ യഥാർത്ഥ മറുപടി. അദ്ദേഹം മകൻ എന്ന നിലയിൽ ആ ഫൗണ്ടേഷൻ്റെ നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വെറുതെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം പറയാനായിരിക്കും. അപ്പോൾ അത് കരുണാകരൻ ഇത്തരം ഒരു സമയത്ത് വിവാദത്തിലേക്ക് വലിച്ചൊഴിച്ചുകൊണ്ടേണ്ട ഒരു കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. മുരളിയുടെ സ്റ്റേറ്റ്മെന്റിനോട് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുകയാണ്. ഈ നമ്മുടെ ഇപ്പം ഇലക്ഷൻ എനിക്കൊന്ന് ഈ ചില മണ്ഡലങ്ങളിലൊക്കെ ഉദാഹരണം നിങ്ങളുടെ KPC പ്രസിഡന്റ് മത്സരിക്കുന്ന പേരാവും, അവിടെയൊക്കെ മത്സരം കുറച്ച് കടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മത്സരം കടുക്കുമ്പം ഇങ്ങനെയുള്ള ഔദ്യോഗിക സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് മണ്ഡലം വിട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? ഇപ്പോൾ മത്സരം കടുക്കുന്നത് നിങ്ങൾ പറയുന്നതല്ലേ, എനിക്ക് പേരാവിൽ അത്ര കടുത്ത മത്സരം ഒന്നും തോന്നിയിട്ടില്ല. അല്ല, നിങ്ങൾ കണ്ണൂർ അറിയാവുന്ന ആളാണ്. സണ്ണി ജോസഫ് അനായാസമായി ജയിക്കും ഇത്തവണ. അങ്ങനെയായിരുന്നെങ്കിൽ ശൈലജ ടീച്ചറെ അങ്ങോട്ട് ആദ്യമേ അങ്ങ് പ്രിഫർ ചെയ്ത് പോകേണ്ട ആളായിരുന്നല്ലോ, അങ്ങനെ ആയിരുന്നല്ലോ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അവർ മാത്രമല്ല, ടീച്ചർ തന്നെ സണ്ണി ജോസഫിനോട് മത്സരിച്ച് പരാജയപ്പെട്ടതാണ് മുൻപ്, ഇതേ സണ്ണി ജോസഫിനോട്. പിന്നെ അതുകൊണ്ട് സണ്ണി ജോസഫ് മറ്റു പല എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നന്നായി നടക്കുന്ന കാലത്ത് ഫോൺ സംസാരത്തോടെയും എല്ലാ ഗ്യാപ്പുകളും പിന്നെ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, 2-3 പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ജോലികൾ നടക്കും അല്ലേ. KC ശരിക്കും ഞാനൊക്കെ ആഗ്രഹിച്ച ഒരു മാറ്റമായിരുന്നു. ഇപ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ നടക്കുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ ഒരു ടെലിവിഷൻ വഴിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാധ്യമം വഴി ഒരു സംവാദം, ഒരു ഡിബേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ VD അത് ആ വെല്ലുവിളി ഏറ്റെടുത്തു. അപ്പോൾ പക്ഷേ മുഖ്യമന്ത്രി അവസാനം പറഞ്ഞത് ഫേസ്ബുക്ക് വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ഏത് വെല്ലുവിളിയാണ് അപ്പം സ്വീകരിക്കാറുള്ളത്? മുഖ്യമന്ത്രി ബഡായി പറയുന്നല്ലാണ്ട് റിയാലിറ്റിയിലോട്ട് ഇദ്ദേഹം മുമ്പ് ഒരു കാര്യം എന്നോട് ചോദിച്ചു, വെല്ലുവിളിച്ചു. ഡിബേറ്റോ? കേരളത്തിലെ എംപിമാര് കേരളത്തിന് വേണ്ടി അവിടെ ഒന്നും പറയുന്നില്ല എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ പറയും, മുഖ്യമന്ത്രിയോട് വിനയപൂർവ്വം വെല്ലുവിളിക്കുകയാണ്, ഞങ്ങൾ റെക്കോർഡുമായിട്ട് വരാം. കേരളത്തിലെ എംപിമാർ അവിടെ നടത്തിയ 0 hour ഇന്റർവെൻഷൻസ്, ബില്ലുകളുടെ ചർച്ചാവേളയിലെ പ്രസംഗങ്ങൾ, അടിയന്തര പ്രമേയങ്ങൾ, ചോദ്യോത്തര വേളകൾ, ഇതെല്ലാം കൂടി കേരളത്തിലെ എംപിമാർ കേരളത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം റെക്കോർഡിൽ ഉണ്ടാവുമല്ലോ. ഇന്നത്തെ കാലത്തൊന്നും മറച്ചു പിടിക്കാനൊന്നും പറ്റില്ല. പാർലമെന്ററി പ്രൊസീഡിംഗ് നിങ്ങൾ നോക്കിയാലിപ്പം കിട്ടും കേരളത്തിലെ എംപിമാർ എന്താ ചെയ്യുന്നത് നോക്കി. അപ്പൊ അതിന് ഡിബേറ്റ് തയ്യാറാവാന്ന് പറഞ്ഞു. അപ്പൊ മുഖ്യമന്ത്രി പിറ്റേന്ന് പറഞ്ഞു ഞാൻ ഡിബേറ്റ് തയ്യാറാണ്, നമുക്ക് ഡിബേറ്റ് ആവാം. നിങ്ങൾ എന്താ പറഞ്ഞു? സ്ഥലവും തീയതി അങ്ങ് തീരുമാനിച്ചോട്ടെ എന്ന് പറഞ്ഞു. സ്ഥലവും തീയതി അങ്ങ് തീരുമാനിച്ചോട്ടെ, അങ്ങ് തീരുമാനിക്കുന്ന ഏത് ദിവസവും ഞാൻ വരാം. നാളെ ആണെങ്കിലും മറ്റന്നാളാണെങ്കിലും വരാം. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണേ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. പിന്നെ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ഇപ്പൊ സതീശന്റെ കാര്യത്തിൽ അത് തന്നെയാണ്. സ്ഥലവും തീയതി താങ്കൾ തീരുമാനിച്ചോളാൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഒരിക്കലും പരസ്യ സംവാദത്തിൽ നിൽക്കാനുള്ള തയ്യാറാവില്ല. അത്തരം ഒരു സംവാദത്തിൽ നിന്ന് വാദിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ല. കോപ്പുണ്ടെങ്കിലല്ലേ വാദിക്കാൻ പറ്റുള്ളൂ. അല്ലെ, ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ട് ചോദിക്കുക വീഡിയോ. കാരണം നമ്മുടെ KC ഒക്കെ ശ്രദ്ധിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരോടാണല്ലോ നമ്മൾ ഈ സംസാരിക്കുന്നത്. അതായത് KCയും VD സതീശനും തമ്മിലും KCയും രമേശ് ചെന്നിത്തലയും തമ്മിൽ. അപ്പം നിങ്ങൾ ചില ആൾക്കാർ പറയുന്നത്, ഈ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവർ അടിവെച്ച് ഇതിനൊരു സാധ്യത കൊണ്ട് കളഞ്ഞു കളയൂ എന്ന് പേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പ്രചരണത്തിന് 3-4 ദിവസങ്ങളല്ലേ അത്രേ ഉള്ളൂ, ബാക്കിയുള്ളൂ. വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞങ്ങൾ തമ്മിൽ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിൽ അഭിപ്രായ വ്യത്യാസം പറയുന്നെങ്കിലും? ഞങ്ങളെ പാർട്ടി ഇരുമ്പ് മറയുള്ള പാർട്ടിയൊന്നുമല്ല. പിണറായി വിജയനെതിരെ ശബ്ദിച്ചാൽ അപ്പൊ തലയിറക്കുന്ന പാർട്ടിയൊന്നുമല്ല. 52 വെട്ടി തീർക്കുന്ന ആ പാർട്ടി അല്ലല്ലോ. നമ്മളെ പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനുള്ളൊക്കെ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ എത്ര ദിവസം ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് സംസാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരസ്പരം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്.
ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സതീശനായാലും രമേശിനെതിരായാലും ഞാനായാലും എല്ലാം കൂടെ മറ്റു നേതാക്കന്മാരുണ്ട്, ശശി തരൂരടക്കം ഉള്ളവരുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ്, ഇവിടുത്തെ എല്ലാ നേതാക്കന്മാരും, KPC പ്രസിഡന്റ് ഇവരെല്ലാം ആലോചിച്ചാ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രചാരണം തന്ത്രപൂർവ്വം അതാരാ പ്രചാരണം നടത്തുന്നത്? അത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ആകെ ഒരു കാർഡ് ഇറക്കാൻ പറ്റുന്ന ഒറ്റ കാർഡേ ഉള്ളൂ. ഇപ്പം കോൺഗ്രസ് ഇത് കിട്ടിയാൽ തമ്മിലടിക്കും, പിരിയും, അടിച്ചു പിരിയും. ആ കാർഡിൽ വിശ്വസിച്ചിട്ടാണ് ഇവർ ഇപ്പൊ പ്രചരണം നടത്തിക്കൊണ്ട്. ഈ ഒരു കാർഡിലൊന്നും ജനം വീഴില്ല. അവരുടെ മുമ്പിൽ അങ്ങനെ ഇല്ലല്ലോ. എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പരസ്യമായിട്ട് വിവാദത്തിലേക്ക് പോയ ഏത് സംഭവം ഉണ്ടായിട്ടുള്ളത്? എന്നിട്ടും പറയാണ് കോൺഗ്രസിൽ അടിയുണ്ടാവും. എന്തടി? നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ മനസ്സറിയാവുന്ന ഒരു നേതാവാണ്. ഈ കേരളത്തിലെ ഒരു ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെ? അദ്ദേഹത്തിനൊരു നിങ്ങൾക്കുള്ളതുപോലെ ഒരു ആത്മവിശ്വാസം പൂർണ്ണമായിട്ടുണ്ട്? പൂർണ്ണമായിട്ടുണ്ട്. UDF ജയിക്കുന്നുള്ളത് അദ്ദേഹം ഞങ്ങളുടെ മീറ്റിങ്ങുകളെല്ലാം, ഇവിടുത്തെ മീറ്റിങ്ങിലെല്ലാം മറ്റു സ്റ്റേറ്റുകളിലെ മീറ്റിംഗ് ഇരിക്കുമ്പോഴും നമ്മൾ കേരളത്തിലെ UDF ഇപ്രാവശ്യം നന്നായിട്ട് ജയിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് എല്ലാം പറയാറുണ്ട്. എല്ലാം പറയാറുണ്ട്. ഈ KCയുടെ ഒരു അദ്ദേഹത്തിന് ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. അല്ല, ഇത് നിങ്ങളുടെ ഒരു പാർട്ടി സോഴ്സ് അല്ലാതെ അദ്ദേഹത്തിന്റെ സിസ്റ്റം ഉണ്ടോ? ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. KC വേണുഗോപാൽ ആരാണെന്നൊക്കെ അറിയാൻ അദ്ദേഹത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് സിസ്റ്റം ഏറ്റവും കൂടുതലുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ചെവിക്ക് പിടിക്കാനുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുമോ അദ്ദേഹം? കൃത്യമായിട്ടും കളക്ട് ചെയ്യും ആവശ്യമുണ്ടെങ്കിൽ അല്ലേ? അദ്ദേഹത്തെ കുറിച്ച് ഈ പരത്തുന്നതെല്ലാം തെറ്റായ കാര്യമല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് ഈ പ്രചാരണ പരിപാടി കൊണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയെ മാറ്റിമറിക്കാൻ ഇന്ത്യയിൽ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെയൊന്നും അല്ല എന്നിപ്പോ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അത് ഭാരത് ജോഡോ യാത്രയിലൂടെ അതെ അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടാക്കിയ ചിത്രം എന്തായിരുന്നു? ഭാരത് ജോഡോ യാത്രയിൽ 10,000-കണക്കിന് ആളുകളാണ് യാത്രയിൽ യാത്രയിൽ വന്നിട്ട് അദ്ദേഹം യാത്രക്കാരോട് അപ്പൊ ഏത് വിഷയം സംസാരിച്ചാലും അദ്ദേഹത്തിന് മറുപടി ഉണ്ട്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെ കുറിച്ചും വായിക്കാനുള്ള ശേഷിയുണ്ട്. കലയോടും ഒക്കെ താല്പര്യം. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് നിങ്ങൾ പെട്ടുപോയി എനിക്ക് മനസ്സിലായി. അത് മുണ്ടുകൊടുത്തിട്ട് ഡാൻസ് ചെയ്താലേ ഉള്ള അപകടം അറിയാമല്ലോ. അല്ല, ഞാൻ ഈ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞ് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നമ്മുടെ വോട്ടേഴ്സിനെ കുറിച്ച് നമ്മൾ വളരെ ബഹുമാനത്തോടെ പറയണം. ആരെ അധികാരത്തിൽ ഏറ്റണം ഇറക്കണം എന്നൊക്കെ അവർക്ക് നല്ല തിട്ടമുണ്ട്. അപ്പോൾ ഈ കേരളത്തിലുടനീളം ഈ വല്ലാത്ത ഈ വെയിൽ അടിക്കുന്ന ഈ പരിവേലത്ത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് തോന്നിയ ഒരു സംഭവം എന്താണ്? കേരളത്തിലെ എത്ര സീറ്റുകളിൽ UDFന് കടന്നു പോകാൻ പറ്റും? ഞങ്ങളുടെ 2 തരത്തിലാണ് അതിനകത്ത്. ഷുവർ വിന്നിങ് സീറ്റുകൾ, ജയിക്കാവുന്ന സീറ്റുകൾ. ഞങ്ങൾ ഷുവർ വിന്നിങ് സീറ്റുകൾ കൂടുതൽ 80-85 സീറ്റുകൾ കൃത്യമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത്രയും പേര് ജയിക്കും, ഉറപ്പ്. ഏത് സാഹചര്യത്തിലും ജയിക്കാവുന്ന സീറ്റുകൾ. അത് കഴിഞ്ഞ് 10-15-20 സീറ്റുകളിൽ മത്സരം നടക്കുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും അപ്പൊ ഞങ്ങളുടെ കണക്കൂട്ടൽ തെറ്റില്ല. 100ഓളം സീറ്റുകളിൽ UDFന് ജയിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മുടെ ഈ ഇത്തവണത്തെ ഇലക്ഷനിൽ ഒരുപാട് പുതിയ ചെറുപ്പക്കാർ വോട്ട് ചെയ്യുന്നു, ചെറുപ്പക്കാരികളും. അപ്പോൾ നിങ്ങൾ തന്നെ എനിക്ക് നിങ്ങളുടെ പ്രകടനപത്രികയിലും അവരെ ടാർഗറ്റ് ചെയ്യുന്ന ചില ക്യാമ്പയിൻസ് ഒക്കെ, ഡിജിറ്റൽ ക്യാമ്പയിനൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് അവർ വിദേശ നാടുകളിലെ മാറ്റങ്ങൾ അറിയുന്നവരാണ്, സോഷ്യൽ മീഡിയയിലെ ചേഞ്ചസ് അവർ കാണുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് നിങ്ങളെ അധികാരത്തിൽ ഏറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ എന്താ വയ്ക്കുന്നത്? നിങ്ങളുടെ ഒരു അല്ല, ജെൻസി പോപ്പുലേഷന്റെ ആശങ്കയാണ് ഞങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. എന്താണ് ആശങ്ക അവർക്ക്? താങ്കൾ പറഞ്ഞ പോലെ അവർക്ക് ഈ രാഷ്ട്രീയ സംവാദങ്ങളിലും വേണ്ടാത്ത തല്ലിപിടുത്തത്തിലൊന്നും അവർക്ക് താല്പര്യമില്ല. അവർക്ക് വേണ്ടി അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഇവർക്ക് എന്ത് കാഴ്ചപ്പാടാണുള്ളത്? അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് കേരളം ഭരിക്കാൻ വരുന്നവർക്ക് എന്ത് കാഴ്ചപ്പാടാണുള്ളത്? ഇതാണ് അവരുടെ ചോദ്യം. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ കുട്ടികളൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പം അവരുടെ ആദ്യ ചോദ്യം ഇതാണ്: ഞങ്ങൾക്കിവിടെ പഠിച്ച് പാസ്സായാൽ ജോലിക്ക് എന്താണ് ഉറപ്പുള്ളത്? ജോലി കിട്ടിയാൽ തന്നെ അത് ക്വാളിറ്റേറ്റീവ് ജോലിയാണെന്നതിൽ എന്താ ഉറപ്പുള്ളത്? നല്ല ശമ്പളമുള്ള ഒരു ജോലിയാണെന്നതിന് എന്താ ഉറപ്പില്ല. അതുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും എന്നാൽ പെട്ടെന്ന് കുറുക്ക് വഴികൾ തൊലി പോകുന്നതൊക്കെ ചിലർ പറയും. അപ്പോൾ പെട്ടെന്ന് വിദേശത്ത് പോയ അവസരം കിട്ടിയാൽ വിദേശത്ത് പോവുക. അവിടെ തന്നെ എല്ലാവരും സക്സസ്ഫുൾ ആവുന്നൊന്നുമില്ല. തിരിച്ചിപ്പം ഗൾഫിലെ ക്രൈസിസ് നമ്മൾ കണ്ടു. അപ്പൊ അവിടത്തേക്ക് സാഹചര്യം അന്തരീക്ഷം ഏത് സമയത്ത് മാറാം. അപ്പൊ അതൊരു പെർമനന്റ് സൊല്യൂഷൻ ഒന്നുമല്ല ഇവിടുന്ന് വിദേശത്തോട്ട് പോവാന്ന് പറയുന്നത്. അപ്പൊ അത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടുത്തെ സാഹചര്യം കൊണ്ടാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പരമ്പരാഗതമായിട്ട് പഴയ സിസ്റ്റമാണ്. മാറി എന്നൊക്കെ നമ്മൾ പറയുന്നല്ലാതെ ഇപ്പോഴും അടിസ്ഥാനപരമായിട്ട് മാറിയിട്ടില്ല. നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാമല്ലോ, അവിടുത്തെ കുട്ടികൾക്ക് അവർക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് പോക്കറ്റ് മണി ഏൺ ചെയ്യാൻ അവർക്ക് ജോലി ഉണ്ടാവും, അവർക്ക് വഴികളുണ്ടാവും. നമ്മൾ അത്തരം ഒരു വഴികളെ പറ്റി ചിന്തിക്കാറുമില്ല. ഇപ്പോഴാണ് ഇപ്പൊ ചിലപ്പം യുവർ ഒക്കെ തന്നെ ഓടിക്കാൻ പറ്റുന്ന കുട്ടികളുള്ളത്. ഇതിന് അടിസ്ഥാനപരമായി സ്കില്ലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എഡ്യൂക്കേഷൻ്റെ സിസ്റ്റം തന്നെ മാറ്റണം. അത് കോളേജ് എഡ്യൂക്കേഷനിൽ തുടങ്ങിയാൽ പോരാ, അത് സെക്കൻഡറി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങാൻ പറ്റും. അപ്പോൾ എഡ്യൂക്കേഷനും എംപ്ലോയ്മെൻറ്റും കൂടെ ലിങ്ക് ചെയ്യുന്ന ഒരു നവീനമായിട്ടുള്ള സാഹചര്യത്തിലോട്ട് കേരളത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാക്കണം. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് ഞാൻ
ജൻസിയുടെ ആശങ്കകൾ അക്കാര്യത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണ്. വേറെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമുക്കാകെ ജോലി കൊടുക്കാൻ പറ്റുന്ന എന്താണുള്ളത്? പബ്ലിക് സർവീസ് കമ്മീഷന്റെ ജോലിയാണ്. സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, വേറെ ഒന്നുമില്ലല്ലോ. പക്ഷെ ഇപ്പൊ കേരളത്തിൽ എന്താ സ്ഥിതി? നമ്പർ 1 റാങ്ക് കിട്ടിയിട്ട് ഒരു ജോലി ഉണ്ടാ? നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേ, PSC പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയിട്ട് ആ കുട്ടികൾ വെറുതെ ഇരിക്കുക 2 കൊല്ലമായിട്ട്, ജോലിയില്ല. കാരണം എന്താണ്? പല വകുപ്പുകളും റിപ്പോർട്ട് ചെയ്യില്ല. PSCയിലെ അപേക്ഷ വിളിച്ച് പരീക്ഷ എഴുതി പാസ്സാക്കി റാങ്ക് ലിസ്റ്റ് ഇടും. ആ വേക്കൻസികൾ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ചെയ്യണം. അത് ചെയ്യില്ല. അത് ചെയ്യാതിരിക്കുമ്പോൾ എന്താ വരുന്നത്? ബാക്ക് ഡോർ അപ്പോയിന്റ്മെന്റ് വരുന്നത്. അവിടെ ബാക്ക് ഡോർ അപ്പോയിന്റ്മെന്റ് ഇതുപോലെ പ്രോത്സാഹിപ്പിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ കണക്കെടുത്തോ, ബാക്ക് ഡോർ അപ്പോയിന്റ്മെന്റ്സിനെ ഇതുപോലെ പ്രോത്സാഹിപ്പിച്ചിട്ട് കാര്യം ലക്ഷക്കണക്കിന് ആളുകളാണ് അതിൽ തിരികെ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട നമ്മുടെ ചെറുപ്പക്കാർക്ക് അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു ജോലി കിട്ടുന്നില്ല വിശ്വാസം. പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയിട്ട് പോലും ജോലി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അവൻ ഏത് വ്യവസ്ഥതയാണ് വിശ്വസിക്കുക? അപ്പൊ അവന്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വിഷയം. അതിനാണ് ഞങ്ങൾ പ്രകടന പദ്ധതി കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടാവും, നടപടി ഉണ്ടാവും. അതിന് എന്തെങ്കിലും ലീഗൽ ഫ്രെയിംവർക്ക് വേണമെങ്കിൽ ആ ലീഗൽ ഫ്രെയിംവർക്കും ഉണ്ടാകും. ഈ നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണോ? ഏറ്റവും വെളിയിൽ ഞാൻ ചോദിച്ചു. ഇന്ത്യക്ക് വെളിയിൽ ഇപ്പൊ അധികം പോകാൻ പറ്റാറില്ല, ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം. എന്നാലും യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്. അവസരം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട്. ഒഫീഷ്യൽ യാത്രകളായിട്ടും അല്ലാതെ അല്പസ്വല്പം ഫാമിലി ഒക്കെ ആയിട്ട് യാത്ര ചെയ്ത് കൊടുക്കും. ചെയ്യുന്നുള്ള ഒരു ഫാമിലി മാനാണ്. ഓക്കെ, നന്നായി. അതെ, അവർക്ക് ആകെ ഞങ്ങളെ ഈ തിരക്കിനിടയിൽ ആകെ കിട്ടുന്നത് എപ്പോഴെങ്കിലും ഒരു വർഷത്തിൽ 1-2 യാത്രകളാണ് ഇങ്ങനെ പോകാൻ പറ്റുന്നത്. വൈഫിന് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടോ? ഇല്ല. മക്കൾക്കും ഇല്ല. ഒരു മുരാച്ചി നിലപാടെടുക്കുമോ നിങ്ങൾ അവർ രാഷ്ട്രീയത്തിലേക്ക് വരണം തീരുമാനിച്ചാൽ? ഒരിക്കലും ഇല്ല. അല്ല, രാഷ്ട്രീയമല്ല, ജോലിയല്ല, എന്തായാലും അവരവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമുള്ള നാട്. മക്കളോട് ഇന്നത് ചെയ്യണം നമ്മൾ പറയാറില്ല. അവരുടെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടത്തിനനുസരിച്ച് അവർ മുന്നോട്ട് പോകാൻ അവർക്ക് സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അല്ല, ഇതിന്റെ ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഈ രാഷ്ട്രീയം ഇത്രയും പാടുപിടിച്ച സംഭവമാണ് എന്ന് തോന്നിയിട്ടുണ്ടോ വൈഫിന്? അല്ല, അങ്ങനെയൊന്നുമില്ല. ഏത് സാഹചര്യങ്ങളെയും നേരിടേണ്ട ഒരു ജീവിതമാണല്ലോ ലൈഫ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഓരോ ജോലിക്കും ഓരോന്നിൻ്റെ റിസ്ക് ഉണ്ട്, ഓരോ ജോലിക്കും ഓരോന്നിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്. അതുകൊണ്ട് ചിലത് നേടുമ്പോൾ ചിലത് നഷ്ടപ്പെടും. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഈ യങ്സ്റ്റേഴ്സിന്റെ കാര്യം അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പം അവരൊക്കെ തന്നെ ഒരു പ്രത്യേക ജീവിത കാലാവസ്ഥയും സാഹചര്യവും വിദേശ നാടുകൾ, അതുകൊണ്ട് യാത്രയെക്കുറിച്ച് ചോദിച്ചങ്ങോട്ട്, വിദേശ നാടുകളിലൊക്കെ പോയിട്ട് ജീവിക്കുന്നതാണ് നല്ലത്. അവിടെ കുറച്ചുകൂടെ പഠിക്കാൻ പോകുന്ന സമയത്തിന് എന്തെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യാം, അങ്ങനെ അവിടെ ജോലി വാങ്ങിച്ച് നന്നായിട്ട് സെറ്റിൽ ചെയ്യാം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങളുടെ പ്രകടന പത്രികയിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ അവർ ഇവിടെ തന്നെ നിലനിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ് അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിച്ചിട്ടുണ്ടോ? കാര്യം ഇത്രയധികം ആളുകൾ, ഏണ്ട ഒരു 10-20 ലക്ഷം ആൾക്കാർക്ക് ഇപ്പോൾ കേരളത്തിൽ ജോലിയില്ല. ഇനി അല്ല, നമ്മൾ പറഞ്ഞ അവരുടെ ഒരു അട്രാക്ഷൻ അവിടെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫും കൂടെ ഡിഫറൻസ് ആണ്. ഇവിടേക്കാൾ കൂടെ എൻവയോൺമെന്റ് ഡിഫറൻസ് ആണ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിഫറൻസ് ആണ്. അതുകൊണ്ട് അതിനൊക്കെ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുണ്ടാവും. പക്ഷേ ജോലിയുടെ കാര്യത്തിൽ അവർക്ക് ഈ പോകുന്ന എല്ലാവർക്കും ഇവിടെ ജോലി കൊടുക്കേണ്ട കാര്യം, അവിടെ എല്ലാം പോകുന്നത് തീർത്തും നിഷേധിക്കണമെന്നില്ല. പക്ഷെ അവിടെയാണ് കംപ്ലീറ്റ് എന്ന് പറയുന്നത് പോകുമ്പോഴാണ് നമുക്കിത് ഉണ്ടാവുന്നത്. നമ്മൾ മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യനാടുകളിൽ പോയി ജോലി ചെയ്യാറില്ലേ? അന്യനാടുകളിൽ പോയി ജോലി ചെയ്യുന്നത് മഹാപാപമാണെന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ട്രെൻഡ് അതല്ല. ഇപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യമേ ഇല്ല, എല്ലാം നിരാശയായി. ആ നിരാശയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. അതിന് പരിപാടി ഉണ്ട് കൃത്യമായിട്ടും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും മാറ്റം ഉണ്ടാക്കണം. അത് സ്കില്ലുമായി കണക്ട് ചെയ്യിപ്പിക്കണം. എന്നിട്ട് കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഓരോന്നും പുതിയ സ്കോപ്പ് വന്നിരിക്കണം. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നപ്പോൾ എല്ലാവരും ധരിക്കുന്നത് ഉള്ള ജോലി പോകുന്നതാണ്. അങ്ങനെയല്ല ഇതിനെ കാണുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ഏതെല്ലാം പുതിയ മേഖലയിലേക്ക് നമുക്ക് കടന്നു കയറാൻ പറ്റും, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മേഖലകൾ ഇതിലേക്ക് പോകാൻ പറ്റും. അതിന് താല്പര്യമുള്ള കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എങ്ങനെ വഴി കാണിച്ചു കൊടുക്കാൻ പറ്റും? ഇതിനൊക്കെ തന്നെ ഗവൺമെന്റിന് ഒരു കൃത്യമായിട്ടുള്ള ദിശാബോധം ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞങ്ങൾ ഏറ്റവും ഗൗരവതരമായിട്ട് ആലോചിക്കുന്ന വിഷയം അത് തന്നെയാണ്. ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം പരിഹരിക്കപ്പെടുമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ അതിലേക്കാണ് ഫോക്കസ്. കേരളത്തിലെ MP-മാരെ കുറിച്ച്, ഈ കോൺഗ്രസ് MP-മാർ 19 പേരുണ്ട് ലോക്സഭയിൽ. നിങ്ങൾ ഈ കേന്ദ്രത്തിൽ നിന്ന് അവകാശങ്ങൾ പിടിച്ചു പറ്റാൻ സംസ്ഥാന സർക്കാരിനെ തീരെ സഹായിച്ചിട്ടില്ല എന്നൊരു പരാതി സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിലാണല്ലോ നിങ്ങളെ ഡിബേറ്റിന് വെല്ലുവിളിക്കാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ ഈ പരാതി അദ്ദേഹത്തിന് കലശലായിട്ടുണ്ട്. കാരണം എപ്പോഴും ഈ മുണ്ടകൈ ചൂരമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ പൈസ ഒന്നും കിട്ടിയില്ല. കേന്ദ്രത്തിൽ നിന്ന് പലപ്പോഴും ഒരു അവഗണന സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അത് വാങ്ങിച്ചു കൊടുക്കാൻ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംസ്ഥാനത്തെ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിനൊപ്പം നിൽക്കാൻ കഴിയാതെ പോയോ ഒരു MP എന്നുള്ള? ശുദ്ധകളവ്. അതല്ലേ ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം നമ്മുടെ MP-മാരുടെ പ്രവർത്തനം. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായി,
അതിൻ്റെ 2 സന്ദർഭങ്ങളിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് ആദ്യം അതിന് ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ട് ഹാഫ് ആൻ അവർ ഡിസ്കഷൻ, ഒരു ദുരന്തത്തിന് വേണ്ടി ഡിസ്കഷൻ അടുത്തൊരു 10 കൊല്ലത്തിനിടയിൽ പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒറ്റ ഡിസ്കഷനാണ്, അത് ചൂരൽമല മുണ്ടക്കൈയാണ്. അതാരാ ഡീഡ് ചെയ്തത്? പ്രതിപക്ഷ നേതാവ് തന്നെയാണ്, രാഹുൽ ഗാന്ധി തന്നെയാണ്. അതിന് മുൻപത്തെ ദിവസം അതിന് 2 ചർച്ച നടന്നു. ആ ചർച്ച അവിടെ വെച്ച് ഞങ്ങൾ ഇതെല്ലാം പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞു, നിങ്ങൾ ആവശ്യത്തിന് സഹായം കൊടുക്കണം, ഇതുമായി ബന്ധപ്പെട്ട് കാര്യം ചെയ്യണം. പ്രിയങ്ക ഗാന്ധി നേരിട്ട് മന്ത്രിമാരെ പോയി കണ്ടു പറഞ്ഞു, വയനാടിന്റെ കാര്യത്തിൽ നിങ്ങൾ സഹായിക്കുന്നില്ല. ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ടു, അമിത്ഷായെ. ഈ കാര്യത്തിൽ കേന്ദ്ര സഹായം തെറ്റാണ്. എത്ര പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു, പാർലമെന്റിനകത്ത് പറഞ്ഞു. അതുപോലെ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തികമായി കാണിക്കുന്ന അവരുടെ ഒരു ചിറ്റമ്മ നയമുണ്ടല്ലോ, അതിനെതിരായിട്ട് MP-മാർ ഒപ്പിടണമെന്ന് അവർ തീരുമാനിച്ചു. ഞങ്ങളാണ് ആദ്യം ഒപ്പിട്ട് കൊടുത്തത്. ആ രേഖ എവിടെ വക്കലും പരിശോധിക്കാതെ കോൺഗ്രസ് MP-മാരടക്കം എല്ലാം ഒപ്പിട്ടു. പിന്നെ ഞങ്ങൾ കേരളത്തിൽ ഉന്നയിക്കുന്ന വിഷയം ഏത് വിഷയമാണ് ഉന്നയിക്കുന്നത്? ആലപ്പുഴയിലെ തീരപ്രദേശത്തിന്റെ പ്രശ്നം ഞാൻ ഉന്നയിക്കുമ്പോൾ കേരളത്തിന്റെ വിഷയമല്ലേ? കേന്ദ്ര ഗവൺമെന്റ് എയിംസ് കേരളത്തിൽ വേണമെന്ന് എത്ര പ്രാവശ്യം ഞങ്ങൾ ഉന്നയിച്ചു? 12 കൊല്ലം മുമ്പ് എനിക്ക് സഭയിൽ രേഖാമൂലം ഉറപ്പുവെന്നാണ് നഡ്ഡാജി. അന്ന് അദ്ദേഹം തന്നെയായിരുന്നു അന്നും ആരോഗ്യമന്ത്രി. എയിംസിനായിരുന്നു. ഇപ്പൊ എന്നിട്ട് അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ BJPക്ക് നാണം ഉണ്ടാവില്ലേ? 12 കൊല്ലം മുമ്പ് കേരളത്തിൽ നൽകാമെന്ന് പറഞ്ഞ എയിംസ്, അതിനുശേഷം എത്രയോ സംസ്ഥാനങ്ങളിൽ അവർ കൊടുത്തു എയിംസ്. കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു. ഇനി അടുത്ത ഇലക്ഷന് പറയാണ്, അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ അതെങ്കിലും അവർ ഒഴിവാക്കണ്ടേ? അത് ആ വാഗ്ദാനം പറയുന്നത് ഒഴിവാക്കണ്ടല്ലേ? ഇത് ഇടയ്ക്കിടയ്ക്ക് കിട്ടുമെന്ന്. അപ്പൊ ഞാൻ ഈ ഒരു കാര്യമല്ല, മത്സ്യത്തൊഴിലാളികളോ നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി, കേരളത്തിലെ തീരപ്രദേശങ്ങൾ നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി. കോളിംഗ് അറ്റൻഷൻ കേരളം ആദ്യമായിട്ട് കിട്ടിയതാണ്. കോളിംഗ് അറ്റൻഷൻ ഞാനാണ് അവതരിപ്പിച്ചത്. ഞങ്ങളുടെ MP-മാർ, ഓരോ MP-മാരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള MP-മാരെടുത്തു. അവരെല്ലാം ഇപ്പൊ ദേശീയപാത പ്രശ്നം വന്നാൽ ആരാ ഉന്നയിക്കുന്നത്? ഇത് വെറുതെ അങ്ങ് പറയല്ലേ. പിന്നെ ഒരു ഏക MP ആയ രാധാകൃഷ്ണനാണ് അവിടെ ഉന്നയിക്കുന്നത്. നിങ്ങളെടുത്ത് നോക്കണം, കോൺഗ്രസ് MP-മാരും UDF MP-മാരും ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളും അവരുടെ CPM MP ഉന്നയിച്ച വിഷയങ്ങളും ആരാണ് ഉന്നയിച്ചതുള്ള സംവാദത്തിൽ നമുക്ക് പോവാം. അതിപ്പോ അതിനാൽ അദ്ദേഹം തയ്യാറാവുന്നില്ലല്ലോ. സംവാദം വേണ്ടായിരിക്കും. സംവാദത്തിന് മുഖ്യമന്ത്രി തയ്യാറാവില്ല, നമുക്കറിയാം. അതിന് അദ്ദേഹം തയ്യാറാവില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അദ്ദേഹം ഒന്ന് പരിശോധിക്കട്ടെ, ഒന്ന് പരിശോധിക്കട്ടെ. UDF MP-മാർ ചെയ്ത കാര്യങ്ങൾ വെബ്സൈറ്റിലുണ്ടല്ലോ, പാർലമെന്റ് വെബ്സൈറ്റ് ഉണ്ടല്ലോ, എടുത്ത് പരിശോധിക്കട്ടെ. ഉറപ്പല്ലേ? ഉറപ്പാ, പ്രശ്നമില്ല. ഇപ്പോ നിങ്ങളൊരു ദേശീയ നേതാവ് എന്ന നിലയിൽ ACC ജനറൽ സെക്രട്ടറി സ്ഥാനം കൂടി ഉള്ള ഒരാളെന്നല്ലേ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ട് LDF-ഉം ഒരുപക്ഷെ NDA അത്രയുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്, പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഈ മുണ്ടക്കൈ ചൂരൽമലയിൽ പണം പിരിച്ചിട്ട് ഇത് വീട് കെട്ടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊന്ന് ഇലക്ഷൻ ഒരു വോട്ടെടുപ്പ് നടക്കാൻ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയത്ത് ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ടത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇതിനകത്ത് ഒരു ക്ലാരിറ്റിക്കും കുറവ് ഞങ്ങൾക്കില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന കാലത്ത് തന്നെ ഞാൻ പറഞ്ഞു, പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധി. ഞങ്ങളെല്ലാവരും ശക്തമായി പറഞ്ഞു, കേന്ദ്ര സർക്കാർ സഹായം കിട്ടാതിരുന്നപ്പോൾ സഹായം കിട്ടിയില്ല എന്ന് പറഞ്ഞ ശക്തമായ ആക്ഷേപം ഉന്നയിച്ചു. അതിനുവേണ്ടി ശക്തമായി സമ്മർദ്ദം നിലകൊണ്ടു. പാർട്ടി ആലോചിച്ച് പറഞ്ഞു, ഞങ്ങൾ 100 വീട് എടുത്തു കൊടുക്കാൻ തയ്യാറാണ്. ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ഒരു വിഹിതം 100 വീട് എടുത്തു കൊടുക്കാൻ തയ്യാറാണ്. ആദ്യത്തെ ചർച്ചയിൽ എന്താ മുഖ്യമന്ത്രി പറഞ്ഞതെന്നറിയോ? ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അടക്കം തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി വിളിച്ച് ചർച്ച എന്താ പറഞ്ഞത്? സ്ഥലം ഞങ്ങൾ എടുത്തു തരാം, ഗവൺമെന്റ്. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം എടുക്കാൻ പറ്റില്ല, ഗവൺമെന്റ് ആണല്ലോ ലാൻഡിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥലം എടുത്തു തരാമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് സ്ഥലം എടുത്തു തരണം, ഞങ്ങൾ വീട് വെച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മീറ്റിംഗിൽ വെച്ചിട്ട്. ഇതൊരു 4-5 മാസക്കാലം 5-8 മാസക്കാലം ഇതിന് പിന്നാലെ നടന്നു. പിന്നീടാന്ന് പറയുന്നത് ഞങ്ങൾ സ്ഥലം എടുക്കുന്നില്ല, എല്ലാ വീടും കോംപ്ലക്സും ഞങ്ങൾ തന്നെ നേരിട്ടെടുക്കുകയാണ്, ബാക്കിയുള്ളത് ഞങ്ങൾ ഉത്തരവാദിത്വമില്ലാതെ ഗവൺമെന്റ് അറിയിക്കുകയാണ്. അത് കഴിഞ്ഞൂടെ ഞങ്ങൾ സ്ഥലം നോക്കി രേഖാമൂലം അറിയിച്ചോ? പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് എന്നോട് പറഞ്ഞു, അദ്ദേഹം മുഖ്യമന്ത്രിയോട് സംസാരിച്ചപ്പോൾ. പ്രതിപക്ഷ നേതാവിനെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഈ കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥലം അന്വേഷിക്കാൻ പോയി. ഇതിനിടെ നിങ്ങൾ മനസ്സിലാക്കണം, രാഹുൽ ഗാന്ധി പറഞ്ഞതനുസരിച്ച് 20 കോടി രൂപയാണ് കർണാടക സർക്കാർ കേരള ഗവൺമെന്റ് കൊടുത്തത്. ഇപ്പൊ ഈ കാണുന്ന വീടുണ്ടല്ലോ, ആ വീടിനകത്ത് 20 കോടി കർണാടക ഗവൺമെന്റിന്റെയാണ്. ലോകത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളും ആളുകൾ കൊടുത്തു. അതെത്ര പിരിച്ചിട്ടുണ്ട് അവര് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവര്? ആ പിരിവിന്റെ ട്രാൻസ്പെറൻസി അവർ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ഊരാളുങ്കലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. എല്ലാ കേരളത്തിൽ സർവ്വം ഊരാളുങ്കൽ, സർവ്വം മയം പറയുന്ന പോലെ സർവ്വ ഊരാളുങ്കലാണ്. അത് ശബരിമല അയ്യപ്പന്റെ കാര്യം വന്നാലും വീടിന് ഊരാളുങ്കൽ, അത് കഴിഞ്ഞ് വേറൊന്നുമില്ല. അതിന് കൃത്യമായ ടെൻഡർ വിളിച്ചിട്ടാണോ മറ്റു വിളിച്ചിട്ടാണോ ആ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഉന്നയിക്കാതിരുന്നത്. ഇത് ചൂരൽമല രാഷ്ട്രീയമാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾ പിരിച്ചതിന്റെ കണക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. അത് ഏത് ആൾക്കും പരിശോധിക്കുക. ഇന്നത്തെ കാലത്ത് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാൻ വല്ല പാടുണ്ടോ? ഇത് പറയുന്ന കേട്ടതൊന്നും ഞങ്ങൾ കോടാനുകോടി പിരിച്ചു.
അല്ല നിങ്ങൾ പണം പിരിച്ച് വീടുണ്ടാക്കി കൊടുത്തില്ല, അത് ആരുടെ കീശയിൽ പോയി എന്നുള്ള ഒരു പ്രചാര വേലയാണ് ഇപ്പൊ അത് പൂർണ്ണമായും തെറ്റായ പ്രചാര വേലയാണ്. ഞങ്ങൾ പിരിച്ചതിനേക്കാൾ കൂടുതൽ പൈസയാണ് ഭൂമി ഏറ്റെടുക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടായത് സത്യമാണ്. അതെന്തുകൊണ്ടാണ്? ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ സാങ്കേതികത്വം വയനാട് പോലുള്ള ജില്ലകളിൽ അത് എളുപ്പമല്ല. അല്ല, കെ സി എനിക്കൊന്ന് ഒരു നാഷണൽ ലീഡർ എന്നുള്ള നിലയിൽ കെ സിക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ കെ സിക്ക് എന്നോട് പറയാൻ പറ്റുമോ, ഈ വീടിന്റെ നിർമ്മാണം എപ്പോൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും? 6 മാസത്തിനകം പൂർത്തീകരിക്കും. 6 മാസം കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി ഇരിക്കും. ഉറപ്പായിട്ടിരുന്നോ? അച്ഛാ, വീടിന്റെ പണി തുടങ്ങാൻ വേണ്ടി നമ്മൾ ഒരു ഏജൻസി ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇതിനുള്ള ഞാൻ പറഞ്ഞല്ലോ, സ്ഥലം ആവശ്യത്തിന് സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞു. സ്ഥലം വാങ്ങിക്കാൻ ആ സ്ഥലത്തിന് തന്നെ പിരിച്ചതിനേക്കാൾ കൂടുതൽ ചെലവഴിച്ചു കഴിഞ്ഞു നമ്മള്. അതിന്റെ കണക്കുണ്ടെന്ന് വ്യക്തമായിട്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഏത് ഏജൻസിയും പരിശോധിക്കാം. ഓപ്പൺ പുസ്തകമാണ് ഇത്. ഒരു ഇലക്ഷൻ ആയുധമാക്കിയിട്ട് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അകലെയാണത്, ദൂരവും. ഓക്കെ, കെ സി, ഞാൻ ഈ ശബരിമല കാര്യം കെ സി പരാമർശിച്ചപ്പോഴാണ് പറയുന്നത്, ഈ ഒരുപക്ഷെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തദ്ദേശ ഇലക്ഷനിൽ റിഫ്ലക്ട് ചെയ്തതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് ഇതിൽ നിന്ന്, ഈ ആരോപണം ഉന്നയിച്ച കരുത്തിൽ നിന്ന് ഒരല്പം പിന്നോട്ട് പോയി. ഇപ്പം ഇലക്ഷൻ ചൂടുപിടിക്കുന്ന സമയം നമ്മൾ നോക്കും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൽ ശബരിമല കൊള്ളയിലെ ആരോപണങ്ങളിൽ നിന്ന് അതൊക്കെ ഒരു കേരളീയൻ എങ്ങനെ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റും? എന്നിട്ട് വേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി. എന്റെ ഒരു അഭിപ്രായം അല്ല, കേസിയുടെ അഭിപ്രായം എങ്ങനെ, ഈ ഇലക്ഷനിൽ ഇത് പ്രതിഫലിക്കുമോ? ഉറപ്പായിട്ടും പ്രതിഫലിക്കും. ഞങ്ങള് താങ്കൾ രാഹുൽ ഗാന്ധി തന്നെയല്ലേ ഏറ്റവും കൂടുതൽ ഷാർപ്പ് അറ്റാക്ക് നടത്തിയതിനകത്ത് ഈ കഴിഞ്ഞ 4 ദിവസം. ഇന്നലെ പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു, ഞങ്ങളെ എല്ലാ താരപ്രചാരകരും ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ്. ശബരിമല വിഷയം പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. കാരണം അത് വളരെ കൺസേൺ ഉള്ള ഒരു വിഷയം തന്നെയാണ്. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. അത് ഓരോ മതത്തിൽപ്പെട്ടവരായാലും വിശ്വാസികളെ പൊതുവായിട്ട് വിശ്വാസികളാണ്. അപ്പൊ ആ വിശ്വാസത്തിന് എതിരായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു ശബരിമലയിൽ നടന്നത്. അത് പകൽ കൊള്ളയായിരുന്നു നടന്നത്. അമ്പലക്കള്ളന്മാർ ജയിലിൽ പോയിട്ടും അവരെയൊക്കെ തന്നെ തലോടിക്കൊണ്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഇന്നും ആ ജയിലിൽ പോയ ആൾക്കെതിരെ ഒരു പാർട്ടി നടപടി പോലും വന്നിട്ടില്ല. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ കേസ് തയ്ച്ചുമാറ്റി കളയാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ശബരിമല വിഷയം എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ വിഷയം, ഇലക്ഷൻ വിഷയം മാത്രമല്ല, അതൊരു വൈകാരിക വിഷയമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. 41 ദിവസം വ്രതമെടുത്തിട്ട് ശബരിമലയിൽ പോകുമ്പോൾ 30 സെക്കൻഡാണ് ആ ശ്രീകോവിലിന് മുമ്പിൽ അയ്യനെ കാണാൻ പറ്റുക. ആ 30 സെക്കൻഡിന് വേണ്ടി എത്ര മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് അയ്യപ്പ ഭക്തന്മാർ കാണുന്നത്. അപ്പൊ ആ ശ്രീകോവിലിന് മുമ്പിൽ സ്വർണ്ണം മുഴുവൻ എടുത്ത് ചെമ്പാക്കി മാറ്റിയിട്ട് ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ സംരക്ഷണയിൽ അവർ മുൻകൈയെടുത്ത് നടത്തിയിട്ട് ആ ആൾക്കാർക്ക് സംരക്ഷണം കൊടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ കാണേണ്ട ഒരു വിരോധാഭാസം ഇത് വന്നപ്പോൾ ഇത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പകരം ഒരു ആരോപണമായിട്ട് അവർ വന്നല്ലോ. കൊടിമരം നന്നാക്കിയ അന്ന് UDF-ന്റെ ദേവസ്വം ബോർഡായിരുന്നു വന്നല്ലോ. കോടതി എടുത്ത് വലിച്ചു ചാടിയല്ലോ. അത് എത്രമാത്രം അവരുടെ മുഖം വികൃതമായി. അതിലൂടെ അവർക്കെതിരെ ജെന്യൂനായ ഒരു കംപ്ലൈന്റ് വന്നപ്പോൾ ആ കംപ്ലൈന്റ് വന്നതിനേക്ക് ശക്തമായ നടപടി സ്വീകരിച്ചു. ഉത്തരവാദപ്പെട്ടവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുന്നതിന് പകരം കോൺഗ്രസിന്റെ തലയിൽ ചാരിയിട്ട് മറ്റൊരു ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. പക്ഷെ കോടതി അതിന്റെ സത്യാവസ്ഥ വലിച്ചു പുറത്തു കൊണ്ടുവന്നു. ഈ കോൺഗ്രസ് നേതാക്കന്മാരെ കൂടി ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ശ്രമിച്ചു. അത് കേസ് ശ്രദ്ധിച്ചല്ലോ. അതുകൊണ്ട് എന്ത് കാര്യം? അത് ആ മുൾമുനയിൽ നിർത്തിയിട്ട് കാര്യമുണ്ടോ? അന്വേഷിക്കുന്ന ഏജൻസി ആരാണ്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരാണുള്ളത്? കോൺഗ്രസിന്റെ പോലീസാണോ? പിണറായിയുടെ പോലീസല്ലേ? ഹൈക്കോടതി നിരീക്ഷണമുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ലല്ലോ SIT. അവരന്വേഷിച്ചിട്ടില്ല കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ ഇന്ന് വരെ അവർക്ക് കുറ്റം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കണ്ടെത്താൻ കഴിഞ്ഞു. നേരത്തെ കുറിച്ച് അവർ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്ന് കോടതി പറയുകയും ചെയ്തല്ലോ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട്. പിന്നെ എന്ത് ബന്ധപ്പെടുത്തല കോൺഗ്രസ്? അപ്പൊ അതാ പറഞ്ഞത്, നമ്മളെ ബസ് സ്റ്റാൻഡിലൊക്കെ പോക്കറ്റ് അടിച്ച് കൊണ്ടുപോകുന്നവൻ ജനം കൂടി എടുക്കുമ്പോൾ ആ കള്ളൻ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുന്ന പോലെയല്ലേ ഈ. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി സ്വർണം കെട്ടത് ആരപ്പാന്ന് പാടിയത് വളരെ ജനം ശ്രദ്ധിച്ചു. നമ്മളൊക്കെ ഒന്ന് നടുങ്ങിപ്പോയി ആ പാട്ട്. ആ പാട്ട് പാടിച്ചത് അങ്ങയുടെ ബിരുദാണോ എന്ന് ചോദിക്കാൻ. രാഹുൽ ഗാന്ധി അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലൊന്നും പാടില്ല. താങ്കൾ നേരത്തെ തന്നെ ചോദിച്ചല്ലോ, അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. എനിക്ക് അദ്ദേഹത്തോട് വലിയ റെസ്പെക്ട് ആട്ടോ. ഞാൻ അദ്ദേഹത്തെ ക്ലോസ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. ഒരു കള്ളം പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആര് പറഞ്ഞാലും പറയില്ല. സത്യമെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന കാര്യം അദ്ദേഹം പറയുള്ളൂ. ഇതൊക്കെ ആരും വിശ്വസിച്ചാലും വിശ്വസിച്ചാലും ഇതാണ് റിയാലിറ്റി. അപ്പൊ അത് അദ്ദേഹത്തിന് കേരളത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ വിഷയം. പിന്നെ തലേന്ന് പ്രധാനമന്ത്രി പാലക്കാട്ട് വന്നു. പാലക്കാട് പ്രധാനമന്ത്രി മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു. ശബരിമല ഇഷ്യൂ തൊട്ടിട്ടില്ല.
ഇപ്പൊ വീണ്ടും പറഞ്ഞു തുടങ്ങി. അത് രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ട് രാഹുൽ ഗാന്ധി ശക്തമായിട്ട് വിമർശിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് പിന്നീട് അത് പറയേണ്ടി വന്നു ഇപ്പോ. പക്ഷേ വൃന്ദാക്കാരായിട്ട് മറുപാട്ട് പാടിയായിരുന്നു, അത് കണ്ടല്ലേ? കുഴപ്പമില്ല, അത് കുഴപ്പമൊന്നുമില്ല. KC ഇപ്പൊ നല്ല തിരക്കിലാണെന്ന് എനിക്കറിയാം. ഇനി ഞാൻ താങ്കളുടെ സമയം അപകരിക്കുന്നത് താങ്കളുടെ പ്രസ്ഥാനത്തോട് ചെയ്യുന്ന ഒരു അപകടം ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ലക്ഷക്കണക്കിന് വോട്ടേഴ്സും ചിലപ്പം ഇത് കാണുന്നുണ്ടാവും. അവരുടെ ഒറ്റ ചോദ്യത്തിന് കൂടി താങ്കൾ മറുപടി പറഞ്ഞാൽ മതി. എന്തിന് ഞങ്ങൾ ഈ UDF വോട്ട് ചെയ്യണം? കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓരോ കേരളീയനും പ്രയാസവും ദുഃഖവും അനുഭവിക്കുമ്പോഴും അവർക്ക് ഭാവിയിലേക്കുള്ള വളർച്ചയ്ക്ക് വേണ്ടി അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കരുത്തായി തണലായി കൃത്യമായ പദ്ധതിയും പരിപാടികളുമായി പോകുന്ന ഒരു ഗവൺമെന്റിനെ ഉണ്ടാക്കിയെടുക്കാൻ, അഹങ്കാരമില്ലാത്ത, അതുപോലെ ജനങ്ങളെ ചേർത്ത് നിർത്താൻ മനസ്സ് കാണിക്കുന്ന ഒരു സർക്കാരിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു യജ്ഞത്തിൽ പങ്കാളിയാകാൻ അവർ വോട്ട് ചെയ്യണമെന്നാണ്. അവർക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ UDF വോട്ട് ചെയ്യണം. ഈ വോട്ട് പാഴാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മെയ് 4 അന്നാണല്ലോ കൗണ്ടിങ്. അന്ന് 24 ഞങ്ങൾ 3 പേരായിരിക്കും ഈ ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. KC അതിന്റെ മുന്നിലിരിക്കണം. തീർച്ചയായിട്ടും ഇതിന്റെ ബാക്കി നമുക്ക് അവിടെ സംസാരിക്കാം. തീർച്ചയായിട്ടും താങ്ക് യു KC. ഈ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.